കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസ്ത്രങ്ങൾ ജീവന്റെ മാർഗവുമാണ്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ നിന്നോട് സംസാരിക്കും. ദൈവമക്കളെ, ഇന്നിത് ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കാനുള്ളൊരു കാര്യം, ഇന്ന് ലോകത്ത് നോക്കിയാൽ അറിയാം എത്രമാത്രം പ്രലോഭനങ്ങൾ വീണ് നശിച്ചു പോകുന്നവരാ. അവിടെയാണ് ഞാൻ എല്ലാ വേദിയിലും എല്ലാ സബ്ജക്റ്റിലും പറയുന്ന ഒരു വാക്യം കൂടിയുണ്ട്. നമുക്കറിയാം, സദൃശ്യവാക്യങ്ങളിൽ ഒരു വാക്യം രണ്ടിടത്ത് പറയുന്നുണ്ട്. ഏതാ വാക്യം എന്നറിയാമോ? സദൃശ്യവാക്യങ്ങളിൽ ഒരു വാക്യം രണ്ടിടത്ത് പറയുന്നുണ്ട്. 14, 12, 16, 25. ഇത് രണ്ടും സെയിം വേർഡാണ്. There is a way which seems right to a man, but it ends the way to death. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നാം, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. വേർഡിലി മാനുമുണ്ട്, വേൾഡിലി മാനുമുണ്ട്, കോസ്മിക് മാനുമുണ്ട്, കോസ്മെറ്റിക് മാനുമുണ്ട്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. ജഡമനുഷ്യൻ ജഡത്തിൽ നാശത്തെ കൊയ്യും, ആത്മമനുഷ്യൻ ആത്മാവിൽ നിത്യജീവനെ പ്രാപിക്കും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ നല്ല നിഷ്കളങ്കരായി ദൈവിക മാർഗത്തിലൂടെ ഒക്കെ വളർന്നു വരും. പക്ഷെ ഒരു പരിധി കഴിയുമ്പം എനിക്കറിയില്ല എവിടെയാണ് എങ്ങനെയാണ് തെറ്റിപ്പോകുന്നെന്ന് പലർക്കും അറിയില്ല. നന്നായി അറിയണം എൻ്റെ മകനെ, ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങുക. അതിന് നമുക്ക് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം നോക്കുമ്പോൾ അറിയാം, ദാൻ ഗോത്രത്തിലെ സ്വരാതി പുരുഷനായ മനോഹയോടും മച്ചിയായ അവന്റെ ഭാര്യയോടും പറഞ്ഞു, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും, അവൻ എന്ത് പേരിടണം? ശിംശോൻ എന്ന് പേരിടണം. പക്ഷേ പ്രലോഭനങ്ങൾ വീണു പോകാതിരിക്കാൻ 3 അടിസ്ഥാന പ്രമാണങ്ങൾ പറഞ്ഞു കൊടുത്തു. 1, വീഞ്ഞും മദ്യവും കുടിക്കരുത്. 2, അശുദ്ധമായതൊന്നും തൊടരുത്. 3, തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. ശരിക്കും പ്രലോഭനങ്ങളുടെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളായത്. അതിൽ ആദ്യത്തേതാണ് വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇന്നലെ മനോരമയിൽ ഒരു കണക്ക് വന്നു. ഞാൻ ആലോചിക്കുക, ഇവർക്ക് എത്ര അടിസ്ഥാനപരമായിട്ട് 299 കോടിയുടെ കേരളത്തിൽ കുടിച്ചു. ഇതാരാണ്ട് കണക്ക് ചോദിച്ചോ? അത് ക്രൈസ്തവർ എത്ര, ക്രിസ്മസിനും ന്യൂ ഇയറിനും ഈ കണക്കുകളാണോ നമുക്ക് ആവശ്യം? ഇവരാലോചിക്കേണ്ടത് എത്രയോ കുടുംബങ്ങൾ ഇത് മുഖേന തകരുന്നുണ്ട്. ഇന്ന് പലരും വളരെ ലോജിക്കായിട്ടും തമാശയ്ക്കായിട്ടും കമ്പനി കൂടാനൊക്കെ തന്നെ ഈ ബൈബിളിലെ ചില വാക്യങ്ങളൂടെ എടുക്കാറുണ്ട്. നിന്റെ അജീർണത്തെ മാറ്റാൻ അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക, അല്ലെങ്കിൽ കാനാവിലെ കല്യാണത്തിന് കർത്താവ് വീഞ്ഞു വിളമ്പി. ഇത് മദ്യപിക്കാനുള്ള വാക്യമാണോ? ദൈവമക്കളെ, ബൈബിളിൽ 17 എടുത്ത് പറയുന്നുണ്ട് മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയല്ല. ഈ വഴിപാടി പള്ളിയിൽ വളരെ, ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ പ്രൗഢഗംഭീരമായ രീതിയിൽ പ്രാവശ്യത്തെ ഇത് നടക്കുന്നത്. ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം ദൈവികമായി. പക്ഷെ ഈ ആഘോഷങ്ങളുടെ പിന്നിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരണമെങ്കിൽ, എൻ്റെ ദൈവമേ, ബഹുമാനപ്പെട്ട വൈദികരുടെ കയ്യിൽ നിന്ന് എൻ്റെ നാവിൽ ഞാൻ കുർബാന അനുഭവിക്കുമ്പോൾ അച്ഛനോട് പാടിയല്ലോ, എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ ജീവിതമെന്നും ശരിയായിട്ടില്ല. അതിൻ്റെ മറ്റൊരു പാരഗ്രാഫ് ഉണ്ടല്ലോ, എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ, മേലാൽ എന്നിൽ അശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല. ഈ 4 അച്ഛന്മാർ ആടെ കൈകൊണ്ട് കുർബാന കൊണ്ടാലും ദൈവമക്കളെ, ഇത് തീക്കട്ടയാണ്. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും സഭയിലെ സത്യവിശ്വാസികളുടെ അതരങ്ങളിൽ കുർബാന കൊണ്ട് ഈ പെരുന്നാളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണെങ്കിൽ, എൻ്റെ ദൈവമേ, ഇനി എനിക്കിത് വേണ്ട. സദൃശ്യവാക്യത്തിൽ പറയുന്നുണ്ട്, നിന്നെ പിന്നത് അണിലയെ പോലെ തിരികെ കൊത്തുമെന്ന്. നിന്നെ പിന്നത് അണിലയെ പോലെ തിരികെ കൊത്തും. വീഞ്ഞും മദ്യവും കുടിക്കരുത്. കാരണം എത്ര കുടുംബങ്ങളിൽ നമുക്കറിയാമോ, നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ വൈകിട്ട് പ്രാർത്ഥന കൃത്യമായി നടത്തണം. വളരെ ഉഴപ്പിക്കളയുന്ന എല്ലാം പ്രാർത്ഥന. എങ്കിലും അനേക കുടുംബങ്ങളിൽ ഇന്നും ഞാനിത് പറയുമ്പോഴും ഈ കൊറോണ വരുമ്പോഴും ഇത്രയും ദുർമാർഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള നാട്ടിൽ ഇന്നും നന്നായി ദൈവത്തെ വിളിച്ച് കണ്ണുനീരൊഴുക്കി ദൈവത്തിന്റെ വഴികളിലൂടെ പോകുന്ന ധാരാളം പേർ ഈ സഭയിലുണ്ട്. നമ്മുടെ സഭയിൽ മാത്രമല്ല, മറ്റു സഭകളിലുമുണ്ട്, മറ്റു മതങ്ങളിലുമുണ്ട്. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ലോകം ഇന്ന് നിലനിൽക്കുന്നില്ലെങ്കിൽ ഇതെന്നേ കത്തിപ്പോയേനെ. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമോ എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ഭാവിഷ്ണന്മാരും ജാളന്മാരും ഡമ്പന്മാരും
ഇങ്ങനെ 18 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പരിധി വരെ നോക്കിയാൽ അറിയാം. ഇതിന്റെ മറ്റൊരു വശം സീമാ നമസ്കാരം വെള്ളിയാഴ്ച സൂത്താറയ്ക്ക് പാടുന്നുണ്ട്. അന്ത്യകാലം വന്നെത്തുമ്പോൾ ഭൂവിന് നാശം, അന്യായത്തിൻ മാലിന്യത്തിൽ മുഴുകും ലോകം, ഈറ്റിൻ നോവെന്നാണം ഈറ്റിൽ നോവൾ സ്ത്രീ എന്നോണം കേഴും ധാത്രി, ശണ്ടകളാലും പോരുകളാലും വീടാറാകും നീങ്ങിപ്പോകും ശുശ്രൂഷകളും ബലികളുമെല്ലാം ആഗ്രഹമേറും ദ്രവ്യം നേരാൻ കുത്തിക്കവരും, അന്നാളയ്യോ തമ്മിലെതിർക്കും ഈ നാടുകളെല്ലാം വിറകൊണ്ടിയിടും, ദേവാലയങ്ങളിൽ നിന്ന് നിന്റെ മാഹാത്മ്യം പോയി പോകും. ദൈവമക്കളെ, ഇന്ന് നോക്കിയാൽ അറിയാം, ഒരുപാട് പേർ ഒരുപാട് വെട്ടിപ്പിടിക്കാൻ നോക്കുന്നവരാ. മറ്റൊരച്ഛനേക്കാൾ ഉയരണം, മറ്റു വീടിനേക്കാൾ ഉയരണം, അവന്റെ കാറിനേക്കാൾ വലിയ കാർ എടുക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത്? ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. ഞാൻ എന്തിനാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ എല്ലാ ശൈലിയും അനുകരിക്കുന്നത്? ക്രിസ്തുവിന്റെ ലൈഫിനെ സാക്ഷ്യമാക്കുന്ന ആരിൽ നിന്നും എന്തും നമുക്ക് സ്വീകരിക്കാം. പക്ഷെ എൻ്റെ ബലഹീനമായ ചിന്ത, ഇന്ന് നമ്മുടെ നാട് നശിക്കുന്നത് മുഴുവൻ അയൽവക്കക്കാരെന്ത് ചെയ്യുന്നു? അവിടെ പെയിന്റ് അടിച്ചാൽ നമ്മൾ പെയിന്റ് അടിക്കും, അവിടെ കാർ എടുത്താൽ നമ്മൾ കാർ എടുക്കും, അവിടുത്തെ കൊച്ചിന് എഞ്ചിനീയറിംഗിന് വിട്ടാൽ 50 ലക്ഷം ലോൺ എടുത്ത് നമ്മുടെ കൊച്ചിന് എഞ്ചിനീയറിംഗിന് വിടും, അല്ലെങ്കിൽ ഡോക്ടറായിട്ട് വിടും. ഞാൻ ചോദിക്കട്ടെ, അയൽവക്കത്തുള്ളവരുടെ പല്ല് പൊഴിഞ്ഞു പോയാലോ നമ്മുടെ പല്ല് പൊഴിച്ചു കളയോ? അയൽവക്കത്തുള്ളവർ മരിച്ചാൽ നമ്മൾ മരിക്കുമോ? അല്ല. നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. എനിക്ക് എൻ്റെ കർത്താവിനെ മാത്രമേ അനുകരിക്കാവൂ. എനിക്കും എൻ്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഈ വീടെന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? വിട്ടുകളയാനുള്ളതെന്ന. ഇത് വിട്ടുകളയാനുള്ളതെന്ന വീടെന്ന വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് വൈദികരുടെ ശവസംസ്കാരത്തിന് ഞാൻ ആലോചിക്കുക, ഏത് ശവസംസ്കാരത്തിനും പാടാവുന്ന പാട്ടാ? നാശ്വരമാം വീടേ എന്തിനു നീ മോഹിപ്പിച്ചു. നശ്വരമായ വീട്, നീ എന്തിനാണ് എന്നെ മോഹിപ്പിച്ചത്? ഈ വിട്ടുകളയാനുള്ള ഈ ഭൂമിയിൽ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. പിന്നെന്താ നമുക്ക് വേണ്ടത്? സ്ത്രീകളുടെ ശവസംസ്കാരത്തിന് പാടുന്നുണ്ട്, പോക സഹജാതെ ഭൂവാസം നിരസിച്ചോളെ ആ രാജകുമാരൻ പാർപ്പിക്കും മണിയറ തന്നിൽ. നമുക്ക് ദൈവം തന്ന ഈ ഒരു അവസരത്തിൽ, ഈ ഒരു ജീവിതത്തിൽ, ചെറിയ വീടായാലും വലിയ വീടായാലും, ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭവനത്തിലും ഞാൻ വിശ്വസിക്കുകയാണ് വൈകിട്ട് പ്രാർത്ഥനയുണ്ട്. ഞാൻ നിങ്ങളുടെ ഡയറിയിലോ ബൈബിളിലോ എഴുതി ഒപ്പിട്ട് തരാം. നമ്മുടെ അനേക കുടുംബങ്ങൾ നശിക്കാനുള്ള മെയിൻ കാരണം അതിരാവിലെ പ്രാർത്ഥന. നിങ്ങൾ ശീലിച്ചു നോക്കിക്കോ. ഒരാഴ്ച 7 ദിവസത്തിൽ പറ്റത്തില്ലെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും സൂര്യൻ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പാണ് ബ്രഹ്മമുഹൂർത്തം. അത് 4:30ക്കും 5:30ക്കും അകത്തെഴുന്നേറ്റ് അപ്പനും അമ്മയും മക്കളും കൂടെ ഒരു പായിട്ട് ഒരു 10 മിനിറ്റ് ആയാലും മതി. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. എന്നിട്ട് അടുത്ത വർഷത്തെ പെരുന്നാളിന് അനുഭവം നിങ്ങൾ എന്നോട് പറ. പണം കൂടുമെന്നോ കാറ് കൂടുതൽ വാങ്ങുമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സമ്പത്തെന്ന് പറയുന്നത് സംതൃപ്തിയാണ്. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധികം സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. നമ്മുടെ അനേക ഭവനങ്ങൾ തകരാനുള്ള മെയിൻ കാരണം അതിരാവിലെ പ്രാർത്ഥന നശിക്കുന്നതാണ്. 119 സങ്കീർത്തനത്തിന്റെ 147, 148 വാക്യങ്ങൾ പറയുന്നത് എന്താ? ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കും. 119 സങ്കീർത്തനത്തിന്റെ 147 വാക്യം. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ഇനി നിങ്ങൾ കള്ളം പറയരുത്. ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഒരുമിച്ചൊന്ന് പറഞ്ഞേ. എന്താ പറയാനൊരു മടി? ഒരുമിച്ചൊന്ന് പറഞ്ഞേ. ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഒരുമിച്ചൊന്ന് പറഞ്ഞേ. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. അടുത്ത വാക്യം അതിനേക്കാൾ സുന്ദരമായ വാക്യമാണ്. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കണ്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ദൈവമേ, ഉദയത്തിന് മുമ്പേ മറിയാം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ പോയതുപോലെ ദൈവമക്കളെ ഈ രാവിലെയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഥയൊക്കെ തുറന്ന് ജനൽ തുറന്ന് ഒന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് നോക്ക്. നമ്മൾ ധരിക്കും, അച്ഛാ എത്ര പള്ളിയിൽ പോയിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഭവനത്തിൽ പ്രയാസങ്ങൾ, എൻ്റെ സാമ്പത്തിക കടങ്ങൾ, എൻ്റെ രോഗങ്ങൾ, അതൊക്കെ ചുമ്മാതാ. ആകാശത്തിൻ്റെ കിളിവാതിൽ തമ്പുരാനൊന്ന് തുറന്നാൽ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ നിമിഷങ്ങൾ മതി. അത് യാതൊരു ഡൗട്ടുമില്ല. പക്ഷെ നമ്മുടെ ആ വിശ്വാസ തീഷ്ണതയിൽ
ഒന്നും കിട്ടുമെന്ന് പറഞ്ഞൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ദൈവം എന്നെ വഴി നടത്തും. ഇതൊരു നീതിമാന്മാരുടെ പെരുന്നാളാണല്ലോ. എന്താ നീതിമാന്മാരെ കുറിച്ച് പറയുന്നത്? നീതിമാൻ വീണാലും നിലംപരിശാകില്ല. നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നീതിമാൻ എന്നേക്ക് ഓർമ്മയിലിരിക്കും. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പറയുന്നുണ്ട്, ഇനിയാ നിങ്ങൾ ഓർക്കേണ്ടത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, യഹോവ അതിൽ നിന്നൊക്കെ അവനെ വിടുവിക്കും. ഇതെപ്പോഴും നമ്മൾ ഓർത്തോണം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, യഹോവ അതിൽ നിന്നൊക്കെ അവനെ വിടുവിക്കും. മാറി മാറി പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും യഹോവ അതിൽ നിന്നൊക്കെ അവനെ വിടുവിക്കും. ദൈവമക്കളെ, ചേർന്നൊരു കാര്യം കൂടി പറയാം. നമ്മളെല്ലാം ഈ 119 സങ്കീർത്തനം പറ്റുമെങ്കിൽ ശരിക്കും അങ്ങ് പഠിക്കണം. എൻ്റെ ഭദ്രാസനത്തിലെ മർത്തമറിയ സമാജത്തിന്റെ സെക്രട്ടറി, ശ്രദ്ധിക്കണേ, എൻ്റെ ഭദ്രാസനത്തിലെ മർത്തമറിയ സമാജത്തിന്റെ സെക്രട്ടറി 119 സങ്കീർത്തനം കാണാതെ പറയും. 119 സങ്കീർത്തനം കാണാതെ പറയും. ഞാൻ അതിനെ വന്നിനായ TJ ജോഷുവ അച്ഛൻ വന്നപ്പം 1001 രൂപ ഒരു ഗിഫ്റ്റായിട്ട് അച്ഛനെ കൊണ്ട് കൊടുത്തു. ഇത് ഞാൻ എന്നിട്ട് പല പള്ളിയിൽ ഇവിടെയും പറയുന്നുണ്ട്. അടുത്ത വർഷത്തിന്, ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 119 സങ്കീർത്തനം കാണാതെ പറയുന്നവർക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചാൽ മതി, ഞാൻ 1001 രൂപ അങ്ങ് തന്നേക്കാം. ഉടനെ ഒരു പള്ളിയിലെ ഒരു പയ്യൻ എന്നോട് ചോദിക്കുക, അച്ഛ പകുതി പറഞ്ഞ 500 രൂപ തരാമോന്ന്. ഞാൻ പറഞ്ഞു, നീ പകുതി ഒന്നും പറയണ്ട, വേണമെങ്കിൽ 500 രൂപ അങ്ങ് തന്നേക്കാം. പൈസയുടെ കാര്യമോ സമ്മാനത്തിൻ്റെ ഒന്നുമല്ല. കാരണം 119 സങ്കീർത്തനം ശരിക്കും വായിച്ചാൽ ദൈവമക്കൾ ഇത്ര ആശ്വാസം, വചനത്തെ, തിരുവചനത്തിന്റെ മാഹാത്മ്യം എല്ലാ യാമങ്ങളിലും അത് സിറിയക്കിന്റെ ഓരോ വേടുകൾ ചേർത്ത് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുക. ഇന്നും നമ്മുടെ പ്രയാസങ്ങൾ മാറാം. ഈ പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സമയം എടുത്ത് നിങ്ങൾ ബൈബിൾ വായിച്ചേ. വന്ദിനായ TJ ജോഷുവ അച്ഛൻ പറയുകയാണ്, അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളിന് 63 വർഷത്തെ പഴക്കമുണ്ടെന്ന്. 7 പ്രാവശ്യം ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചു. ഇപ്പോഴും കൊച്ചമ്മ മരിച്ചിട്ടും 3 പ്രാവശ്യം ക്യാൻസർ വന്നിട്ടും 7 സർജറി കഴിഞ്ഞിട്ടും ഇപ്പോഴും 7 അസുഖം ഉണ്ടായിട്ടും 94-ാമത്തെ വയസ്സിലും നിറഞ്ഞ മനസ്സോടെ തേജസ്സോടെ പറയുന്നു, ദൈവമേ നീ എൻ്റെ ദൈവം. എന്നാ ബലത്തിൽ, എന്നാ ശക്തിയിൽ. അച്ഛനോട് 4 വർഷം സെമിനാരിൽ ഞാൻ പഠിച്ചിട്ട് 4 പ്രാവശ്യം പേടിയുണ്ടായിട്ടും മിണ്ടിയിട്ടില്ല. പക്ഷേ ഈ ശാലോം TV-യായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം അച്ഛനുമായിട്ട് ഇപ്പം എൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് ഹൃദയത്തിൽ അത്ര സ്നേഹമായി. എപ്പം ഞാൻ അതിലേ പോയാലും അവിടെ പോവുകയും സംസാരിക്കുകയും. പക്ഷെ ഞാൻ ആ ഫേസ് നോക്കി, എന്തെല്ലാം നമ്മളാരും, ഈ ഇരിക്കുന്ന അച്ഛന്മാരോ നമ്മളാരും അച്ഛൻ അനുഭവിച്ച വേദനകളുടെയും ത്യാഗത്തിന്റെയും നഷ്ടപ്പാടിന്റെയും 10ലും നമ്മളാരും അനുഭവിക്കുന്നില്ല. പക്ഷെ ദൈവത്തെ കണ്ട്, ദൈവസ്നേഹം അറിഞ്ഞ്, പ്രലോഭനങ്ങൾ പിടിച്ചു നിന്നുകൊണ്ട് സാക്ഷ്യമായി നമ്മുടെ സഭയ്ക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുമ്പോൾ നമ്മൾ ദൈവമക്കളെ ഓർക്കണം, ജീവിതത്തിന് ചില രഹസ്യങ്ങളുണ്ട്. ഈ പ്രലോഭനങ്ങൾ വീണു പോകാതെ അവിടെയാണ് പറയുന്നത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്. 2, അശുദ്ധമായതൊന്നും തുടരുത്. എന്താ അശുദ്ധം? സഭ നമുക്ക് തരുന്ന 117 ദിവസം നോമ്പുണ്ട്. നിങ്ങൾ ഈ നോമ്പെടുത്തേ. കാലം ചെയ്ത ദിദിമോസ് ബാവ തിരുമേനി പറയുന്ന ഒരു വരി, മക്കളെ, പ്രാർത്ഥന ദൈവത്തോടെ നടന്നെടുക്കുമ്പം ഉപവാസവും നോമ്പും ദൈവത്തോടെ പറന്നെടുക്കും. ഈ വരി നിങ്ങൾ മറക്കരുത്. പ്രാർത്ഥന ദൈവത്തോടെ നടന്നെടുക്കുമ്പം നോമ്പും ഉപവാസവും ദൈവത്തോടെ പറന്നെടുക്കും. ഫാസ്റ്റിംഗ് ഈസ് ദി ഫീസ്റ്റ് ഓഫ് ദി സോൾ എന്നാ. ഇന്ന് പലരും, എല്ലാവരുടെയും കാര്യമല്ല, ഈ നോമ്പ് വരുമ്പം പെട്ടെന്നൊരു എന്നൊരു പദം ഉപയോഗിക്കും. എന്തോ നോമ്പ്, എന്തിനാ നോമ്പ് എടുക്കുന്നത്? ഇച്ചിരി ഇറച്ചി കഴിച്ചാലെന്തോ, ഇച്ചിരി മീൻ കഴിച്ചാലെന്തോ. അച്ഛാ, നോമ്പിന് മീൻ കഴിക്കാൻ പറ്റില്ല, നെത്തോലി കഴിക്കാമോ? നെത്തോലി എന്തോ മീനല്ലയോ? ഒരു പ്രായം കഴിയുമ്പം പുഴുങ്ങിയ വെണ്ടയ്ക്ക കഴിക്കേണ്ടി വരും. സഭയുടെ നോമ്പുകൾ കൃത്യമായി എടുത്ത് മുട്ടുകുത്തി നമസ്കരിച്ച് നോക്കി, പിശാച് നമ്മുടെ വീടിന്റെ അടുത്ത് പോലും വരില്ല. നിങ്ങൾ എഴുതി വെച്ചോ. ഇനി 3-ാമത്തെ കാര്യം, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തുടരുത്, തലയിൽ ക്ഷൗരക്കത്തി തുടരുത്. ശിംശോന്റെ ശക്തി മുടിയിലായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെ മാമോദീസായിലൂടെ നിങ്ങളെ സഭയിലേക്ക് ചേർത്തു. മൂറോം കൊണ്ട് കൂദാശ ചെയ്യുന്ന 2 കാര്യങ്ങൾ, 1 നമ്മുടെ ശരീരവും, 2 നമ്മുടെ ദേവാലയമാണ്. ഈ മൂറോം കൊണ്ട് കൂദാശ ചെയ്യുമ്പോൾ അച്ഛന്മാർ ചൊല്ലുന്ന ശ്രേഷ്ഠമായൊരു പ്രാർത്ഥന ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി അടിവരയിട്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞെ, ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്. ഇത് പിശാചിന്റെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തെ കൊണ്ട് നിന്നെ ഞാൻ ശപഥം ചെയ്യിക്കുന്നു, അശുദ്ധാത്മാവെ സമൂലം നിശേഷം നീങ്ങിപ്പോവുക മത്സരിക്കുന്ന കുഞ്ഞെ, ദേവാലയവും ശരീരവും മാത്രമേ മൂറവും കൊണ്ട് തൊടത്തുള്ളൂ. അഗായി 1:4 പറയുന്നുണ്ട്, ഈ ആലയം ശൂന്യമായിരിക്കെ നീ തട്ടിട്ട ഭവനങ്ങൾ പാർക്കരുത്. ദൈവാലയമായി നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുമ്പോൾ ഈ ശരീരത്തെ ഒടുക്കലും പിശാചിന്റെ കൂടാക്കാൻ നീ വിട്ടുകൊടുക്കരുത്. ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്. ഇത് പിശാചിന്റെ അധിവാസ സ്ഥലമല്ല. ദൈവമക്കളെ,
വീണ്ടും മനനം പോലെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു കുടുംബം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രാർത്ഥനയുടെ ദൈവിക രഹസ്യമുണ്ട്. ഒരു കുടുംബം തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പാപത്തിന്റെ രഹസ്യമുണ്ട്. യാതൊരു ഡൗട്ടുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു കുടുംബം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരു ദൈവിക രഹസ്യത്തിന്റെ പ്രാർത്ഥനയുണ്ട്. ഒരു കുടുംബം നശിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരു പാപരഹസ്യമുണ്ട്. അത് തിരിച്ചറിയണം. പക്ഷെ നമ്മൾ തകരത്തില്ല. വീണ്ടും എന്റെ ദൈവമേ, അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇനി ഞാൻ പേടിക്കണോ? അല്ല, ഇന്ന് രാത്രിയിൽ ഈ പെരുന്നാളിൽ എൻ്റെ യേശുവേ, എൻ്റെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കിടന്നുറങ്ങുമ്പം ഞാൻ എൻ്റെ ദൈവത്തോട് മുട്ടുകുത്തി പശ്ചാത്തപിക്കുന്നു. കർത്താവെ, ഞാൻ ചെയ്ത തെറ്റുകൾ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ നാട്ടുകാർ അറിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് മറുപടി തരുന്നത് പോലെ ഞാനിന്ന് മുട്ടുകുത്തി പശ്ചാത്തപിക്കുന്നു. അടുത്ത സൺഡേയിൽ അല്ലെങ്കിൽ സമയം പോലെ വന്ന് കുമ്പസാരിച്ച് കുർബാന കൊണ്ടിട്ട്, മകളെ, മകനെ, ഇനി മേലാൽ അരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പാപികളുടെ വഴിയിൽ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ. ഈ ബൈബിളിൽ ഏറ്റവും കൂടുതൽ അരുതുകൾ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി തന്നെ നോക്കി, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കാഹളം ഊതിക്കരുത്, പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, ഭിക്ഷ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അറിയരുത്, നിന്റെ നീതിയെ നീ മറ്റുള്ള മുമ്പിൽ വെളിപ്പെടുത്തരുത്, നീ കള്ളൻ മോഷ്ടിക്കാത്തതും ഉറുമ്പരിക്കാത്തതുമായ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, ഈ ഭൂമിയിൽ നീ നിക്ഷേപം കൂട്ടിവെക്കരുത്, മറ്റുള്ളവനെ നീ വിധിക്കരുത്. ഇതെല്ലാം വിശുദ്ധ മത്തായി 6-ാം അധ്യായം വായിച്ചു നോക്കാൻ അറിയാൻ പറ്റും. കാരണം ജീവിതത്തിൽ നമ്മൾ വീണുപോകാൻ, തകർന്നു പോകാൻ, ദൈവം അകന്നു നിൽക്കാൻ ഒരുപാട് പാപങ്ങളുടെ പട്ടിക നമുക്ക് തരുമ്പോഴും ഇവിടെയൊക്കെ ഓർക്കണം, ഒരു തീരുമാനം 2023 എടുക്കണം. എൻ്റെ ദൈവമേ, എനിക്ക് ദൈവം മാമോദീസായിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ തന്നിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ ഇനി മേലാൽ എന്നിൽ അശുദ്ധനും ചേലയില്ലാത്തവനും ചേർന്ന് വരത്തില്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, പെനിയനെ കുറ്റപ്പെടുത്തി, മുള്ളുപോലെ കുത്തുന്ന വാക്കുകൾ പറഞ്ഞു. പക്ഷേ നിരന്തരം ദേവാലയത്തിൽ പോയി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ 1 ശമൂവേൽ 1:18 ചെറിയൊരു വരിയുണ്ട്, അവളുടെ മുഖം പിന്നെ വാടിയില്ല. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, അവളുടെ മുഖം പിന്നെ വാടിയില്ല. അവളുടെ മുഖം പിന്നെ വാടിയില്ല. ഈ പെരുന്നാളിൽ വഴിവാടി പള്ളിയിലിരിക്കുന്ന ദൈവമക്കളെ ഓർക്കണം, ദൈവത്തോട് ചേർന്ന് സംസാരിച്ചാൽ നിങ്ങളുടെ മുഖം പിന്നെ വാടത്തില്ല. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് സൂക്ഷിക്കേണ്ട ഒരു ഒരുക്കമാണ് പ്രഭാഷകൻ 2:1. എൻ്റെ മകനെ, ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഒരുക്കം പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങണം. രണ്ടാമത്തെ ഒരുക്കം പീഡനങ്ങളെ സഹിക്കുവാൻ ഒരുങ്ങണം. അതിന് ഞാൻ 3 വാക്യങ്ങൾ പറയുകയാണ്. 2 തീമോഥെയോസ് 3:12, എബ്രായർ 12:5, വിശുദ്ധ മത്തായി 5-ാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണം. വാക്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. എബ്രായർ 12:5, 2 തീമോഥെയോസ് 3:12, ഗിരിപ്രഭാഷണം 5-ാം അധ്യായത്തിൽ, വിശുദ്ധ മത്തായി 5-ാം അധ്യായത്തിൽ. ഇനി എന്താ 2 തീമോഥെയോസ് 3:12 പറയുന്നുണ്ട്, ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. വീണ്ടും എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ തല്ലുമ്പോൾ മുഷിയരുത്, ദൈവം സ്നേഹിക്കുന്ന ഏതൊരു മകനെയും തല്ലും. ഒരുപാട് പേരുന്ന അച്ഛന്മാരോട് മനസ്സുകൊണ്ടെങ്കിലും ചോദിക്കും, അച്ഛാ, ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, ദൈവത്തെ വിളിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസം മാറുന്നില്ല, എനിക്ക് മക്കളില്ല, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നില്ല, എൻ്റെ കുടുംബ ഭദ്രത നേരെയാവുന്നില്ല. ദൈവമക്കളെ ഓർക്കുക, എൻ്റെ ദൈവം തമ്പുരാൻ അറിയാതെ എൻ്റെ തലയിലെ രോമം പോലും കൊഴിഞ്ഞു പോകില്ല. 139-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കും നീ അറിയുന്നുണ്ട്, എൻ്റെ നിരൂപണമൊക്കെ നീ ദൂരെ നിന്ന് അറിയുന്നു, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ നീ എന്നെ നടത്തണമേ. ശരിക്കും പറഞ്ഞാൽ ദൈവമക്കളെ, ക്രൈസ്തവന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പീഡനം തന്നെയാണ്. അതിങ്ങനെ മാറി മാറി കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം തമ്പുരാൻ അറിയാതെ ഒന്നുമേ വരത്തില്ല. ഇപ്പം തന്നെ കുടുംബജീവിതം നയിക്കുന്ന ധാരാളം പേർക്ക് പറ്റുന്നൊരു കുഴപ്പം, ഈ എനിക്ക് ദൈവം തന്ന ഭാര്യയാണെന്നും ദൈവം തന്ന ഭർത്താവാണെന്നും കൂട്ടി യോജിപ്പിക്കുമ്പോൾ, അത് ഞാൻ പല വേദിയിലും പറയാറുണ്ട്, ഈ മണവാളന്റെയും മണവാട്ടിയുടെയും കൈ പിടിച്ച് യോജിപ്പിക്കും. അവിടെ മക്കളെ എന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ, ഈ മുറിക്കുന്ന കുർബാനയും ത്രോണോസും മറക്കരുത്, 2 സ്ലീബായെ നീ മറക്കരുത്, 3 ഏവൻഗേലിയോൻ വായന നീ മുടങ്ങരുത്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ജീവമേശ, സ്ലീബ, വെടിപ്പുള്ള ഏവൻഗേലിയോൻ, ജനക്കൂട്ടം, ഹൃദയവിചാരങ്ങൾ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാകുന്നു.
നിങ്ങൾ നിൽക്കുന്നതെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇന്ന് എല്ലാവരുടെയും പ്രാർത്ഥന എന്ന് പറയുന്നത് പള്ളിയിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ തന്നെ പെട്ടെന്ന് പണം കൂടണം, പെട്ടെന്ന് മക്കളുടെ കാര്യം നടക്കണം. നോക്കിയേ, ഈ രീതിയിൽ പോയാൽ 5 വർഷം കഴിയുമ്പോൾ ബംഗാളികൾ മുഴുവൻ കേരളത്തിലും മലയാളികൾ മുഴുവൻ UK ആയിരിക്കും. പക്ഷെ ഓർക്കുക, നമ്മളെല്ലാവരും UK പൂക്കയ്ക്കും പിടിഞ്ഞു വിടുന്ന എന്തിനാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം തന്നത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരം. ജോലിക്ക് വിട്ടു 1-2 മക്കളെ. പക്ഷെ നമ്മുടെ എല്ലാ അനുകരണ ഭ്രമം എന്ന് പറയുന്നത്, പക്ഷെ അതിനേക്കാൾ എത്രയോ സോഴ്സ് കേരളത്തിലുണ്ട്. ജീവിക്കുന്നവർക്ക്, ദൈവത്തെ അറിയുന്നവർക്ക്, ത്യാഗം ചെയ്യുന്നവർക്ക്. എപ്പോഴും ഓർക്കണം, ഒരിക്കലും ഒരുപാട് ഓടേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചു കാണും. ഞാൻ മുമ്പിരുന്ന പള്ളിയിൽ ഒരു മോനാണ് ഇപ്പം UK നിന്ന് മരണമടഞ്ഞ് അടുത്തടച്ച് അടക്കമായിട്ട് കൊണ്ടുവരുന്നത്. എൻ്റെ കൂടെ മദ്ബഹലൊക്കെ കയറിയതാ. എത്രമാത്രം പാവം പയ്യൻ. പക്ഷെ കുഞ്ഞുങ്ങളുടെ എല്ലാം ഒന്ന് ആഗ്രഹം എന്ന് പറയുന്നത് 18 കഴിയുമ്പോഴേക്കും നമ്മൾ ആലോചിക്കുക, അയൽപക്കത്തെ കുഞ്ഞല്ല നിന്റെ കുഞ്ഞ്, അയൽപക്കത്തെ മോളല്ല നിന്റെ മോള്. എൻ്റെ കുഞ്ഞിനെ ദൈവം നടത്തുന്നത് പോലെ. പൂർവികരൊക്കെ പാടിയിരുന്ന പാട്ടെന്താ? നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എന്നെ യഹോവേ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണം. ദൈവമക്കളെ, ഈ പള്ളിയിൽ നമ്മുടെ കാൽപാദങ്ങൾ മാത്രമല്ല, കണ്ണുനീർ കൂടി വീണിട്ട്, എൻ്റെ കർത്താവേ, ഞാൻ കരിയുന്നെങ്കിൽ കരിയട്ടെ, ഞാൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, പക്ഷെ എൻ്റെ തമ്പുരാൻ അറിയാതെ ഈ ലോകത്തൊന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണം. അതിനെന്ത് വേണം? നമ്മുടെ സഭ, നമ്മുടെ ആരാധനാ വർഷം ആരംഭിക്കുന്നത് കൂദോസിത്വ ടു കണക്ട് ഹൂദോസിത്വം. നീ നിന്റെ ശരീരത്തെ വിശുദ്ധീകരിച്ച് ഉള്ളിൽ യേശുവിനെ അങ്ങ് പ്രതിഷ്ഠിച്ചാൽ മതി. അടുത്തിടയ്ക്ക് ചീഫ് ജസ്റ്റിസ് പറഞ്ഞ, കുര്യൻ തോമസ് സാറ് പറഞ്ഞ ഒരു വരി എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയാം. മക്കളെ, നിങ്ങൾ ദൈവത്തെ എപ്പോഴും മുന്നിൽ നിർത്തിയാൽ ദൈവം നിങ്ങളെ എപ്പോഴും മുന്നിൽ നിർത്തും. മനസ്സിലായോ? നിങ്ങൾ ദൈവത്തെ എപ്പോഴും മുന്നിൽ നിർത്തിയാൽ ദൈവം നിങ്ങളെ എപ്പോഴും മുന്നിൽ നിർത്തും. എപ്പോഴും എവിടെ പോകുമ്പോഴും. ദൈവമക്കളെ, നിങ്ങൾ ഈ കൊറോണയുടെ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അച്ഛാ ബോറടിച്ചു, വീട്ടിൽ നിന്ന് ബോറടിച്ചു. ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ബോറടിക്കില്ല. എന്താ വന്യനായ ജോഷുവ അച്ഛൻ ബോറടിക്കാത്തത്? 66ാമത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടൈം പാസിനെ ആകെ ചെയ്യുന്നത് ബിരിയാണി ഉണ്ടാക്കി കാണിക്കുക, വെള്ളത്തിൽ ചാടി കാണിക്കുക, പാലാപ്പള്ളി, പുലിപ്പള്ളി, ഇത് എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ ജീവിതം. കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന നടത്തുന്ന സ്റ്റാറ്റസ് ഇട്, ബൈബിള് വായിക്കുന്ന സ്റ്റാറ്റസ് ഇട്, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മക്കളെ കൊണ്ട് സ്റ്റാറ്റസ് ഇട്. ഞാൻ തന്നെ ഇപ്പം ഗോസ്പൽ ഫോർ യൂത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഏതാണ്ട് 6 ഭാഷയിൽ 4000 പേർക്ക് ബൈബിൾ വാക്യം അയച്ചു കൊടുക്കുന്നുണ്ട്. ഹിന്ദിയിലെ, തെലുങ്കിലെ, മലയാളത്തിലെ, ഇംഗ്ലീഷിലെ. ഞാനൊരു തീരുമാനമെടുത്തു, വിദേശത്തുള്ളൊരു കൂട്ടുകാരനുമായിട്ട്, ദൈവമേ, ഞങ്ങൾക്ക് ആയുസ് തരുന്നിടത്തോളം 10 ലക്ഷം പേരെ യേശുവിന് കാണിച്ചു കൊടുക്കാം. ചുമ്മാതെ തീരുമാനമെടുത്തിട്ട് ഇപ്പം ഇങ്ങനെയുള്ള മെയിൻ കൺവെൻഷനേക്കാൾ ഞാൻ പോകുന്നത് 50 വീട്ടുകാർ മാത്രമുള്ള പാവപ്പെട്ട പള്ളികളിൽ 1 രൂപ പോലും വാങ്ങാതെ, ഞങ്ങൾ പോയി നോട്ടീസ് പോലും അടിക്കാതെ 2 ദിവസം പ്രോഗ്രാം ചെയ്ത്, അവിടെ ക്യാൻസർ രോഗികൾ ഉണ്ടെങ്കിൽ 5000 രൂപയും കൊടുത്തിട്ട് ഞങ്ങൾ പോകുക. എത്ര സന്തോഷമാണെന്നറിയാമോ? ദൈവമക്കളെ, ഞാൻ സെമിനാറിൽ പോകുന്ന അവസരത്തിൽ എനിക്കൊരു ഡയറി തന്നിട്ട് എന്നെ PM ജോണച്ചൻ തന്നൊരു വരിയുണ്ട്, മോനെ, നീ പീഡനങ്ങൾ സഹിച്ചാലും പ്രയാസങ്ങൾ വന്നാലും ഒരു കാര്യം മറക്കരുത്, പ്രശസ്തനായി തീർന്നില്ലേലും നീ വിശ്വസ്തനായി തീരണം. നീ പ്രശസ്തനായി തീർന്നില്ലേലും വിശ്വസ്തനായി തീരണം. പ്രശസ്തനാവാൻ ആർക്കും പറ്റും. പക്ഷേ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, രഹസ്യ കാര്യങ്ങൾ നീ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ജീവിതം, അച്ഛനായാലും അൽമായനായാലും തിരുമേനിയായാലും ആരായാലും പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് എനിക്ക് ഭാര്യയെ തന്നു, ഭർത്താവിനെ തന്നു, മക്കളെ തന്നു. കർത്താവേ, എൻ്റെ യേശുവിനായി ഞാൻ ജീവിക്കും. അതുപോലെ ഈ ബോറടി മാറ്റാൻ ചെറിയ ചെറിയ ചില മർമ്മങ്ങൾ പറയട്ടെ. നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴേ ഈ പെന്തക്കോസ്തുകാരെ പോലെ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. യേശുവേ, ശീലിച്ചു നോക്കി എന്നാ പവറാന്നറിയാമോ? ഇപ്പം തന്നെ 2-3 പ്രാവശ്യം എന്നോടൊന്ന് കണ്ണടച്ചൊന്ന് പറയാമോ? ഒന്ന് പറഞ്ഞേ, യേശുവേ, ഒന്ന് പറഞ്ഞേ, യേശുവേ, യേശുവേ, യേശുവേ. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും വിഷമം വരുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ഒക്കെ തന്നെ യേശുവേ എന്ന് പറഞ്ഞു നോക്ക്. യഹോവ എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. യഹോവ നല്ലവൻ രുചിച്ചറിവീൻ. അവനെ ശരണമാക്കുന്ന മനുഷ്യൻ, അവനെ ശരണമാക്കുന്ന പുരുഷൻ
ഭാഗ്യവാൻ. അതുപോലെ തന്നെ ബൈബിള് നിങ്ങളുടെ നെഞ്ചോട് ചേർത്തിരിക്കണം. ഞാൻ ചുമ്മാതെ പറയുന്നല്ല, ആലങ്കാരികമായിട്ട് പറയാനല്ല, പ്രസംഗത്തിന് മാറ്റുകൂട്ടാൻ പറയുന്നതല്ല. നമ്മളൊക്കെ തന്നെ ഒരു ദിവസം മിനിമം 20 മിനിറ്റ് ബൈബിൾ വായിച്ച്, ഞാൻ അച്ഛനായിട്ട് പുറത്തിറങ്ങും, പ്രഭാഷകൻ ഉൾപ്പെടെ 600-800 വാക്യം എനിക്ക് കാണാതെ അറിയാമായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ എന്തോ മിടുക്കനാണെന്നൊരു തോന്നലോടുകൂടി കുറെ ഉഴപ്പി കളഞ്ഞു. അന്നേരം എല്ലാം ഞാൻ ഈ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പറയാ, ഇതെന്ന് ഞാൻ ഉഴപ്പിയോ അന്നെന്റെ ജീവിതത്തിൽ തിരിച്ചടികളെ വന്നിട്ടുള്ളൂ. എന്നത് ഞങ്ങളുടെ അച്ഛന്മാരുടെ ഓർമ്മ കുർബാനയ്ക്ക് വായിക്കുന്ന ഒരു വരിയുണ്ട്, കർത്താവേ നിന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ വെറുതെ നോക്കാനുള്ളതല്ല, നിന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ. ദൈവമക്കളെ, ഇത് ഓരോരുത്തരോടും ഞാൻ പറയാം, ടൈറ്റസ് അച്ഛൻ മാത്രമല്ല, നിങ്ങൾ എന്ന് ഈ ബൈബിൾ വായന ഉഴപ്പിയിട്ടുണ്ടോ, നിങ്ങൾ നെഞ്ചത്തടിച്ച് ചിന്തിച്ചു നോക്കിയോ, അന്നാണ് നിങ്ങളുടെ കുടുംബം തകർന്നു പോയത്, അന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരം വന്നത്. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാൻ വഴി, സത്യവും ജീവനുമായി നമ്മളോടൊപ്പം സംസാരിക്കുന്നതാണ് നമ്മുടെ ബൈബിൾ. ഞാൻ പണ്ടൊക്കെ എവിടെ പോകുമ്പോഴും എൻ്റെ ബ്രദർ കൂടെ കാണും. അടുത്തിടയ്ക്ക് ലോകത്തോടെ യാത്ര പറഞ്ഞു. ഇപ്പം തന്നെയാണ്, ഇപ്പം ആരും കൂട്ടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം, കാരണം എല്ലാവരും ബിസിയാണ്, പല വീട്ടിലും ആളുമില്ല. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നത്, എൻ്റെ വലത്തെ സീറ്റിൽ ഒരു ബൈബിൾ എപ്പോഴും ഞാൻ വെച്ചിരിക്കും. നേരത്തെ ഡാഷ്ബോർഡിലായിരുന്നു വെക്കുന്നത്. പിന്നെ ബൈബിൾ കമന്ററി ഉള്ള പ്രസംഗവും കേട്ടു പോവുക. എനിക്ക് എന്നാ സന്തോഷമാണെന്ന് അറിയാമോ? കൂട്ടുകാർ വേണ്ടെന്നല്ല, സഹോദരങ്ങൾ വേണ്ടെന്നല്ല, ഇത്രയും ജീവനോട് മരണം വരെ സംസാരിക്കാൻ വേറെ ഒന്നുമില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റു യാതൊരു നാമമില്ല. 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ ഒരു സാധുവായ മനുഷ്യൻ വന്നു. അദ്ദേഹം പുത്തൂരിന് സമീപം ചുങ്കത്തറയിലുള്ളതാണ്. ഒരു കണ്ണിൽ കൂടി ബ്ലഡ് കലങ്ങി കിടപ്പുണ്ട്, ഒരു കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീർ ഇങ്ങനെ വീഴുന്നു. പണ്ട് തെങ്ങിൽ നിന്ന് വീണ് ബ്രെയിൻ ഇങ്ങാണ്ട് പൊട്ടി എങ്ങും പോകാൻ പറ്റാതെ വന്ന് കൈ നീട്ടി. കണ്ടപ്പോഴേ എനിക്ക് തോന്നി അർഹനായ മനുഷ്യനാ. അച്ഛാ അല്പം ഭക്ഷണത്തിന് പൈസ തരണം. ഞാൻ 100 രൂപ എടുത്തു കൊടുത്തു. പിന്നീട് അവിടെ നിന്നങ്ങ് കരയുക. ഞാൻ പറഞ്ഞു, ഇനി വല്ലതും വേണമെങ്കിൽ അടുത്ത സൺഡേ, ഈ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംഭവമാണ്, അടുത്ത സൺഡേ എൻ്റെ പള്ളിയിൽ വരാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു, അച്ഛാ സൺഡേ ഞാൻ പള്ളി വരണോ? ഞാൻ ചോദിച്ചു, എന്തു പറ്റി? സൺഡേ വന്നാൽ ഒരു 5000-10,000 രൂപയ്ക്കകത്ത് എല്ലാവരും കൂടെ എൻ്റെ പള്ളി കാരുണ്യയുടെ ഒരു ഫണ്ടും ഉണ്ട്, ആ പൈസയും 5-നും 10-നും അകത്ത് ഞാൻ തരാം. അച്ഛാ വലിയ ഉപകാരം. പിന്നെ എന്നോട് ചോദിക്കുക, അച്ഛാ സൺഡേ ഞാൻ പള്ളി വരണോ? ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഇങ്ങനെ കാണിച്ചു. പിന്നെയും ചോദിച്ചു, അച്ഛാ സൺഡേ പള്ളി വരണോ? അച്ഛാ ഞാൻ തെങ്ങേന്ന് വീണിട്ട് 11 കൊല്ലമായി, 6-7 വർഷമായിട്ട് എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. പക്ഷെ എനിക്കൊരു സന്തോഷം, ഈ ത്യാഗത്തിലൂടെയും ഞാനൊരു കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്. അവിടെ ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ച് ഉച്ചവരെ എല്ലാവരും കൂടെ ചൊല്ലുമ്പോൾ എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പം അത് കേട്ടിട്ടാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്, അവിടെ കൂടി ഇരുന്നിട്ടാണ് എനിക്ക് ആശ്വാസം കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഞായറാഴ്ചയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിരിവിന് വരുന്നില്ല. അച്ഛൻ എനിക്കൊരു 200 രൂപ പള്ളിയും തരാമോ? സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു, ദൈവമേ അച്ഛനായിട്ട് 25 വർഷം തികയാൻ പോവുക, അത്രയും തീഷ്ണത എനിക്കുണ്ടോ? 1 മണിവരെ അദ്ദേഹം സൺഡേയിലെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുക. ഞാൻ പറഞ്ഞു, പേരെന്താ? രാജു വരണ്ട, ഞായറാഴ്ച വരണ്ട, വെള്ളിയാഴ്ച വാ, ഉച്ചയ്ക്ക് അത് ഞാൻ വരാമച്ച. ഞാൻ 10,000 രൂപ ഇപ്പോഴേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തീഷ്ണതയുള്ള ദൈവത്തെ ത്യാഗമായിട്ട് അറിയുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാം എളുപ്പമായിരിക്കണം. പണ്ട് ഞങ്ങളുടെ തലൂർ വലിയ പള്ളി 463 വീടുള്ള പള്ളിയാണ്. കുർബാന തീരുന്നത് 11 മണിക്കാണ്. ദുഃഖവെള്ളിയാഴ്ച അവിടെ ഓട് പൊട്ടിയപ്പം ഈ വാഴയുടെ ഇലയും പിടിച്ചുകൊണ്ടാണ് അന്ന് പലരും ശുശ്രൂഷയ്ക്ക് നിന്നത്. അന്ന് ഇത്രയും 4-1 സ്പേസ് ഉള്ള പള്ളിയിൽ 463 വീട്ടുകാർ ആ ശുശ്രൂഷയ്ക്ക് നിന്ന് ഞാൻ മറന്നിട്ടില്ല. മാത്രമല്ല എൻ്റെ പള്ളിയിൽ ഈ TC ബാബുക്കുട്ടി സാറിൻ്റെ ഫാദറാണ് ബൈബിൾ വായിക്കുന്നത്. വലിയൊരു ബൈബിൾ പുസ്തകം, അതിൻ്റെ പല പേജും ഇല്ല, വളരെ നീട്ടി അങ്ങോട്ട് വായിക്കും. ഓരോത്താടെ 1-ാം പുസ്തകം നുംബാറയ്ക്കുമോ പറഞ്ഞു കഴിയുമ്പോഴായി ഉൽപ്പത്തി 2-ാം അധ്യായമായിരിക്കും. പക്ഷെ ആ പേജ് അതിനകത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴറിഞ്ഞത് ഇല്ലെന്ന്. ഉടനെ പറയുകയാണ്, അതില്ലാത്തതിനാൽ 6-ാം പുസ്തകം നുംബാറയ്ക്കുമോർ ഇങ്ങനെ അങ്ങ് പറയാം. കാരണം പണ്ട് നല്ലൊരു ബൈബിൾ പോലും ഇല്ല. പക്ഷെ അന്നത്തെ തീഷ്ണത എന്താ? ആ പിതാവ് 56 വർഷമാണ് എൻ്റെ പള്ളിയിൽ ബൈബിൾ വായിച്ചത്. അടുത്തിടയ്ക്ക് ലോകത്തോട് യാത്ര പറഞ്ഞു. കാലെ ചെരുപ്പിടുന്ന കണ്ടിട്ടില്ല, വീട്ടിലൊന്നും വലിയ പണമൊന്നും വാരി കൂട്ടിയിട്ടില്ല. പക്ഷെ ത്യാഗത്തോടെ ദൈവത്തെ അറിഞ്ഞവർ. പണ്ടൊക്കെ ആൾക്കാർ പള്ളി വരുന്ന എന്തിനാണെന്നറിയാമോ? ദൈവാനുഗ്രഹത്തിനല്ല, ദൈവത്തെ കിട്ടാനായിരുന്നു. ഇന്നെല്ലാവർക്കും ദൈവാനുഗ്രഹം മതി, ദൈവത്തെ വേണ്ട. അഹം ബ്രഹ്മാസ്മി എന്ന് ഹൈന്ദവ ശാസ്ത്രം പറയുന്നെങ്കിൽ ദൈവമക്കളെ, 1 point, right point, root point, that is God's point. 1 point, right point, root point, that is God's point. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊന്നും വേണ്ട.
യഹോവയുടെ മനോഹരത്വം കാണണം. ഞാൻ ചോദിക്കുക, വഴുവാടി പള്ളിയിലെ ദൈവമക്കളെ, നമുക്ക് ഒരാഴ്ച 168 മണിക്കൂറുണ്ട്. നമ്മളൊക്കെ രാവിലെ എത്ര മണിക്ക് ആരാധനയ്ക്ക് വരുന്നത്? എൻ്റെ പള്ളി നിങ്ങൾ വന്ന് നോക്ക്. മദ്ബായ കയറുന്ന കുഞ്ഞുങ്ങൾ 20 പേർ 6:30 കുപ്പായിട്ടുണ്ട്. പട്ടാളച്ചിട്ടയൊന്നുമല്ല, കുപ്പായിട്ടുണ്ട്. 15 മിനിറ്റ് സെമിനാറിലാണെങ്കിൽ അവരും ധ്യാനിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആരെയും കയറ്റത്തില്ല. പിന്നെ ബാംഗ്ലൂരിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സന്ധ്യാനമസ്കാരത്തിന് വന്നില്ലേലും ഞാൻ അവരെ ഇടയ്ക്ക് കയറ്റാറുണ്ട്. കാരണം ആ കുഞ്ഞുങ്ങളുടെ സാഹചര്യം കൊണ്ട് താമസിക്കുന്നത്. അതുപോലെ ഇപ്പോഴൊരു 10-20 പേരൻസ് ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ പള്ളിയിലിഞ്ഞ് വരും. അവർ പറയും, അച്ഛാ ഞങ്ങൾക്ക് ആദ്യമൊക്കെ വന്നപ്പം മുട്ടുവേദനയും കാലുവേദനയും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുർബാനയുടെ വരികളൊക്കെ ഞാൻ എല്ലാ സൺഡേയിലും കുറേശ്ശെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവര് പറയാ, അച്ഛാ സൺഡേ ഞങ്ങൾക്ക് വീട്ടിലിരിക്കാനേ പറ്റുന്നില്ല, രാവിലെ ഇങ്ങ് വരിക. നമ്മുടെ നോമ്പിലൊരു പാട്ടുണ്ട്, വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം, പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം, കണ്ണീരൊപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം, പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം, കണ്ണീരൊപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. സഹജന്മാരെ കണ്ണീർ ജാഗരണം പ്രാർത്ഥന നോമ്പെന്നിവയിൽ പാടുപെടിൻ, തന്മൂലം നാമീറേ ദൂതന്മാരിഷ്ടന്മാരായി സ്വർഗം നേടിയിടും. സഹജന്മാരെ കണ്ണീർ ജാഗരണം പ്രാർത്ഥന നോമ്പെന്നിവയിൽ പാടുപെടിൻ, തന്മൂലം നാമീറേ ദൂതന്മാർ ഇഷ്ടന്മാരായി സ്വർഗം നേടിയിടും. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സാക്ഷ്യം സഹജന്മാരെ കണ്ണീർ ജാഗരണം നോമ്പ് പ്രാർത്ഥന. നമ്മുടെ ഇപ്പോഴത്തെ ബാവാ തിരുമേനി എന്തെല്ലാം പീഡനങ്ങളിലൂടെ, എന്തെല്ലാം ആക്ഷേപങ്ങളിലൂടെ, ആരെല്ലാം ഏതെല്ലാം തരത്തിൽ കളിയാക്കിയിട്ട് എന്താ പിതാവിന്റെ കൈമുട്ട് നിങ്ങൾ നോക്ക്, ഗോലിയാണ് ഓരോ കൈമുട്ടിലും. എത്ര ലേറ്റായാലും ഒരു യാമപ്രാർത്ഥനയും പാമ്പാകൂടെ നമസ്കാരവും നമസ്കരിക്കാതെ എൻ്റെ ജീവിതത്തിൽ തിരുമേനി എന്ന് കേട്ടുപഠിച്ചതിനേക്കാൾ ഞാൻ കണ്ടുപഠിച്ചു, അറിഞ്ഞു പഠിച്ചു. എന്നെ പ്രസംഗത്തിൽ വളർത്തുവാൻ എൻ്റെ PP ഒക്കെ നോക്കി തരുന്ന ആ ക്ലാരിഫിക്കേഷൻ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കി ദൈവത്തെ വിളിക്കുന്നവർക്ക് ലോകത്തിൽ ഒരു ശക്തിക്കും പിടിച്ചടക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ കുടുംബങ്ങളും ദൈവസന്നിധിയിൽ പ്രയാസങ്ങളും പീഡനങ്ങളും വന്നാലും പ്രാർത്ഥനയിൽ ഉഴപ്പരുത്. അടുത്ത ഞായറാഴ്ച മുതൽ 7:30 നിങ്ങൾ കൗമ ചൊല്ലിയാൽ ഉടനെ തന്നെ ഇവിടെ വരണം. ഈ പലരും പറയാറുണ്ട്, അച്ഛാ ഇവിടെ സ്തുതിയും സ്തോത്രവും ഇല്ലെന്ന്. ആര് പറഞ്ഞു സ്തുതിയും സ്തോത്രവും ഇല്ലെന്ന്? കൗമയിൽ എത്ര സ്തുതിയുണ്ട്? 19 സ്തുതി കൗമയിലുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ദൈവമേ നീ പരിശുദ്ധൻ. അതുകൊണ്ടാണ് ഔഗേൻ ബാവ പറഞ്ഞ, മക്കളെ കൗമ തെറ്റിച്ചാൽ പിശാച് ചുറ്റിക്കുമെന്ന്. കൗമ തെറ്റിച്ചാൽ നിന്നെ പിശാച് ചുറ്റിക്കും. ഈ സഭയുടെ കൗമാ നമസ്കാരം മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കി പള്ളിയിലൊക്കെ വന്ന് നമ്മൾ നിന്നാൽ ഈ സഭയിൽ നിന്ന് കഴുത്ത് വെട്ടി മാറ്റിയാലും നമ്മൾ പോകത്തില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഈ കൊറോണയും കൂടെ വന്നോടുകൂടി പറ്റുമെങ്കിൽ പരുമലയിലെ കുർബാന എങ്ങനെ നേരിട്ടങ്ങ് കണ്ട, സ്തോത്രാഴ്ച ഇടിയേം വേണ്ട, പോയി നിൽക്കുകയും വേണ്ട, അച്ഛൻ്റെ ഇനി പിരിവും കേൾക്കേണ്ട, ഒന്നും വേണ്ട. ഓർക്കണം, ഏറെ സുഖം അസുഖമാണ്. മനസ്സിലായോ പറഞ്ഞു? ഏറെ സുഖം അസുഖമാണ്. പ്രഭാഷകൻ പറയുന്നുണ്ട്, അമിത ഭക്ഷണം, ആഡംബരപ്രിയം, സുഖലോലുപത്വം, ഇത് 3 പാപമാണ്. അമിത ഭക്ഷണം, ആഡംബരപ്രിയം, സുഖലോലുപത്വം, ഇത് 3 പാപമാണ്. നമ്മൾ ആലോചിച്ച് നോക്കി. അത് ഞാൻ പലയിടവും പറയാറുണ്ട്, ഇവിടെയും പറഞ്ഞെന്ന് തോന്നുന്നു. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഗ്യാസും സ്റ്റവും ഇൻഡക്ഷൻ കുക്കറും വാഷിംഗ് മെഷീനും ഒന്നുമില്ല. രാവിലെ 4:30 ആകുമ്പോഴേക്ക് എന്താ എഴുന്നേറ്റ് പോയി കതക് തുറന്ന് കന്നുകാലികളെ നോക്കി കോഴി കൂവി അടുക്കളയിൽ പോയി വിറകരിച്ച് നല്ല ചായയൊക്കെ ഇട്ട് കുടിച്ച് മുറ്റം തൂത്ത് ആ വീടിനൊരു പ്രകാശമായിരുന്നു. പക്ഷെ ഇന്നാണെങ്കിൽ എല്ലാ സൗകര്യമുണ്ട്. ഗ്യാസുണ്ട്, സ്റ്റൗ ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കറുണ്ട്. പലരും എഴുന്നേറ്റ് അടുക്കള പോകുന്നത് കണ്ടാൽ ശവോടങ്ങനെ അന്ത്യോമനം കൊടുക്കാൻ പോകുന്നില്ല. പലരുടെ മുഖത്ത് ഒരു സന്തോഷമില്ല. വെള്ളം ഒഴിച്ചു നടക്കുന്നവര് എന്താ ഇത്, ഈ ചായ എടുത്ത് കുടിച്ചാൽ ഭർത്താവും വീണു പോകും. നമ്മുടെ മുഖം കണ്ടാൽ ഈ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന എന്താ, നമ്മളെ കാണുന്നവർക്ക് വീണ്ടും കാണാൻ തോന്നണമെന്ന. ചില സ്ത്രീകളുടെ മുഖം കണ്ട, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ മുഖം കണ്ട എന്താ പേഴ്സണാലിറ്റി? സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ സീക്വൽ ടു പേഴ്സണാലിറ്റിയാ. കറുപ്പും വെളുപ്പും ഒന്നും സൗന്ദര്യമല്ല, അങ്ങനെ ആരും ധരിച്ചു കളയരുത്. സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ സീക്വൽ ടു പേഴ്സണാലിറ്റി എന്ന നിന്റെ ഹൃദയത്തിലൂടെ ഉയർന്നു വരുന്ന ആ പ്രകാശം
ഏത് ത്യാഗം വരുമ്പോഴും ഏത് പ്രയാസം വരുമ്പോഴും ഒക്കെ തന്നെ, അതുപോലെ പള്ളിയിൽ വരുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ തലൂ പള്ളിയിലൊക്കെ, തലൂ പള്ളി എന്നല്ല, പണ്ട് എല്ലാ പള്ളിയും കുർബാന തീരുമ്പോൾ 11:30 ഇന്നത് 11 10:30 9 8:30. അതുകൊണ്ട് ദൈവം ആയുസും 90 എന്നുള്ള 80 70 60 55 45 ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വിളിച്ചോണ്ട് പോവാ. പണ്ട് ആലോചിച്ച് നോക്കി എങ്ങനെയാ മരിക്കുന്നത്, നടുകൂവിനി പല്ല് കൊഴിഞ്ഞ് കൂനൊക്കെ വന്ന് തൊണ്ടയിൽ മുഴയൊക്കെ വന്ന് 90 ആകുമ്പം 10 ദിവസം കടന്ന് വെള്ളമൊക്കെ കുടിച്ച നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സമയം ചുരുക്കിയതോടുകൂടി. മാത്രമല്ല 10 മണിക്ക് കുർബാന തീരുമ്പോഴും 9:30 പലരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് പറയുന്ന ഒരു വരി കേട്ടോണം, ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെ, ഇവിടെ തമ്പുരാ സുഖമല്ല നടക്കുമെന്നു. ഞാൻ പള്ളിയിലോട്ടൊന്ന്, വഴിപാടി പള്ളിയിൽ ആദ്യം പറയുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ, ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരണം. ദൈവമക്കളെ അങ്ങനെ പറയാനുള്ളതല്ല. എൻ്റെ യഹോവയുടെ ആലയത്തിലോട്ട് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട, നിങ്ങൾ എന്നെ ഇനി ഇവിടെ പ്രസംഗിക്കാൻ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പള്ളിയുടെ മഹത്വം നിങ്ങൾ അറിയണം, ശക്തി അറിയണം. ശനിയാഴ്ച വൈകിട്ട് സങ്കീർത്തനങ്ങൾ 6 വായിക്കണം. TV ഒന്നും കാണരുത്, ഒരുപാട് മൊബൈൽ വിളിക്കരുത്. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി അച്ഛനോടൊപ്പം തന്നെ നമ്മുടെ രക്ഷകനാ കബറിൻ ഉയർപ്പുണ്ടി ഏറ്റൊരു രാവിൽ നാം എല്ലാരും ഉറക്കമുണർ ഒന്നായി സ്തുതി പാടിയിടേണം. ഞായർ ദിവസം അതിൽ ദൈവസുതൻ കബറിനുള്ളിൽ നേറ്റു സ്തുതി സകലാധിപനെന്നേവം സഭയും മക്കളുമാർക്കുന്നു. ഇതുകൊണ്ടാണ് വിവാഹ ഉദാശിക്ക് പോലും കല്യാണം നടത്തണമെങ്കിൽ കുർബാനയില്ല. ഈ അടുത്തിടയ്ക്ക് പാമ്പാടി പള്ളിയിൽ ഒരു കല്യാണം നടത്തി, നിങ്ങൾ അറിഞ്ഞു, ഞാനും പോയിരുന്നു. രാവിലെ 5 മണിക്ക് രാത്രി നമസ്കാരം, മണവാളനും മണവാട്ടി ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് പ്രഭാത നമസ്കാരം, 6:45 വിശുദ്ധ കുർബാന, 8:30 വിവാഹ ഉദാശ, 9:30 തീർന്നു. ചെറിയ ഭക്ഷണം കൊടുത്തു വിട്ടു. വൈകിട്ടായിരുന്നു ഫംഗ്ഷൻ. ആ പിതാവിന്റെ നിർബന്ധമായിരുന്നു. മണവാളനും മണവാട്ടി രാത്രി നമസ്കാരവും പ്രഭാതവും നടത്തി അവസാനം കുർബാനയും കൊണ്ടുപോയിട്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വിവാഹ ഉദാശ കണ്ടിട്ടില്ല. ഇന്നും ഇതുപോലെ സാക്ഷ്യമായി. എന്താ, മശിഹാ സഭയ്ക്ക് വേണ്ടി സ്വന്തം പ്രാണനെ സമർപ്പിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവനെ ത്യജിക്കുന്നതാണ് കുടുംബജീവിതം. പക്ഷെ ഇന്ന് കണ്ടുവരുന്നത്, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ വിവാഹ ഉദാശയ്ക്ക് മുമ്പ് സേവ് ദി ഡേറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ബർമുട ഇട്ടും കടലിൽ ചാടിയും വെള്ളത്തിൽ ചാടിയും മരം ചുറ്റി നടന്നും. അതുകൊണ്ട് എന്താ പറ്റുന്നത്, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ദേവലോകത്ത് ഡിവോഴ്സിന്റെ ഒപ്പിട്ടുകൊണ്ടിരിക്കുക. മറക്കരുത്, വിവാഹ കൂദാശ ഉറപ്പീരിൽ ഔദ്യോഗികമല്ല, മോതിരം വാഴുവിലും പൂർത്തീകരിക്കുന്നില്ല. കിരീടം വാഴുവിന് ശേഷം 2 പേരെ യോജിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾ മാറരുത്. മക്കളെ, നിങ്ങളെ ഇതാ, അതുകൊണ്ടാണ് പുരോഹിതന്റെ കൈകൂടി അതിന്റെ അടിയിൽ വെച്ചിട്ട് പറയുന്ന, മക്കളെ ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. എന്താ, അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്ലഡ്ജാണത്. നിനക്കിന്നൊരു ഭർത്താവിനെ തരുന്നു, നിനക്കിന്നൊരു ഭാര്യയെ തരുന്നു. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല. ലോകത്തിനവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാലും വാഴും നീയാപത്തന്നെ. താതാ മജവിമലാത്മാവിൻ ഗേഹം വാർത്താൽ നിൻ ത്രോണോസാം കാൽവരിൽ യാഗമായ ജീവനുള്ള ബലിയിൽ കൊണ്ട് ബന്ധിച്ചിട്ടാണ് ഈ വിവാഹ ഉദാശ നിങ്ങളെ പരമേൽപ്പിക്കുന്നത്. അത് സൗകര്യാർത്ഥം ആവശ്യമില്ലാത്ത ആർഭാടങ്ങളൊന്നും കാണിക്കരുത് പ്രിയമുള്ളവരെ. നമുക്ക് പണം തരുന്നെങ്കിൽ തിരുമേനിമാരെയോ അച്ഛന്മാരെയോ കൊയറോ അത്യാവശ്യം നല്ല ഫുഡും കൊടുക്ക്. പക്ഷെ ഒരുപാട് ഓവറായാൽ ഒരുപാട് കണ്ണുനീർ ഒഴുക്കേണ്ടി വരും. സ്വർഗത്തോളം ഉയർന്ന കവർന്ന ഭൂമി നീ പാതാളത്തോളം താണുപോകും. ഞാൻ അടുത്തിടയ്ക്ക് അറിഞ്ഞത്, ഒരു കല്യാണം കഴിഞ്ഞിട്ട് മണവാളനെ മണവാട്ടിയും കൂടെ ആനയുടെ മണ്ടയ്ക്ക് കയറ്റി. വല്ല കാര്യമുണ്ടോ? അരമണിക്കൂറിനകത്ത് പെണ്ണ് താഴെ വീഴുകയും ചെയ്തു. അന്ന് വൈകിട്ട് തന്നെ പാസ്റ്റർ വിട്ടു. എന്തിനാ തമ്പുരാൻ തരുന്ന പണം എടുത്ത് നശിപ്പിക്കുന്നത്? ദൈവം തരുന്നതിന് നല്ല ഭക്ഷണം കൂടെ നന്നായിട്ട് നടത്തെ. അച്ഛന്മാരെ വിളിച്ചു, പക്ഷെ എല്ലാത്തിനും ഭാവിക്കുന്നതിന് മീതെ നീ ഭാവിക്കരുത്. ഈ കുർബാന ക്രമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം, കുമ്പസാര ക്രമം എന്ന് പറഞ്ഞ് 20 മിനിറ്റ് വായിച്ചു പഠിക്കാൻ കുറെ കൊടുത്തിട്ടുണ്ട്. അതിൽ
മരണകരമായ 3 പാപങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? 1 അഹങ്കാരം, 2 അന്യന്റെ ഉയർച്ചയുള്ള അസൂയ, 3 എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കുമെന്നുള്ള ബോധ്യം. ഇത് 3 പാപമല്ല, മരണകരമായ പാപമാണ്. 1 അഹങ്കാരം, 2 അന്യന്റെ ഉയർച്ചയുള്ള അസൂയ, 3 എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കുമെന്നുള്ള ബോധ്യം. ഓർക്കുക, ഈ ജീവിതം തമ്പുരാൻ നമ്മളെ ആക്കിയിരിക്കുന്ന മകനെ മകളെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. ദൈവം തല്ലുമ്പോൾ മുഷിയരുത്. ദൈവം തന്ന ഭാര്യ, ദൈവം തന്ന ഭർത്താവ്, ദൈവം തന്ന മക്കൾ, ദൈവം തന്ന വീട്, അത് മതി ദൈവമേ. കൊച്ചു വീടായാലും വലിയ വീടായാലും, പണ്ട് നമുക്കറിയാം, ഗേറ്റില്ല, മതിലില്ല, ഒന്നുമില്ല, 2-3 മുറിയും, പല വീടിനും പൂട്ടും കാണത്തില്ല. വീട്ടിൽ 12 മക്കൾ കാണും, പിന്നെ അയൽവക്കത്തും 2 കാണും, വിരുന്നുകാരും 4 കാണും, 10-17 മക്കളുമായിട്ട്. ഇന്ന് പല വീട്ടിലും ഗസ്റ്റ് റൂമുണ്ട്, ഒരു ഗസ്റ്റും അവിടെ വരാറില്ല. പല വീട്ടിലും ഗാർഡൻ ഉണ്ട്, ഒരു പൂന്തോട്ടം അവിടെ ഇല്ല. പലരെ നോക്കിയാൽ അറിയാം, വലിയൊരു മതിലും അതിനേക്കാൾ വലിയൊരു ഗേറ്റും വാലില്ലാത്ത ഒരു പട്ടിയും 32 താക്കോലും 3 ദിവസം ചത്തിരിക്കുകയും ചെയ്യും. എന്തിനാണ്? മനുഷ്യൻ അധ്വാനിക്കും, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും ചിരിക്കാനോ പേരെടുക്കാനോ പറയുന്നതല്ല. എൻ്റെ മകനെ, ഈ പുതിയ വർഷത്തിൽ 2ാമത്തെ ഒരുക്കം ഞാൻ പറഞ്ഞു. 1 പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങണം, 2 പീഡനങ്ങൾ സഹിക്കാൻ ഒരുങ്ങണം. ആദ്യത്തേത് പ്രഭാഷകൻ 2:1, 2 തീമോഥെയോസ് 3:12. 3ാമത്തെ ഒരു ഒരുക്കം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വാച്ച് പെട്ടെന്ന് ഓടുന്നു, 1 മണിക്കൂർ ആവാറായി. 3ാമത്തെ ഒരുക്കം 1 ദിനവൃത്താന്തം 4:9-10 വാക്യങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേര് യബ്ബേസ് എന്നാണ്. അപ്പോൾ 3ാമത്തെ ഒരുക്കം, ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രത്യാശയിൽ വളരുവാൻ ഒരുങ്ങണം. ആദ്യത്തേത് പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങണം, 2 പീഡനങ്ങൾ സഹിക്കാൻ ഒരുങ്ങണം, 3 പ്രത്യാശയിൽ വളരുവാൻ ഒരുങ്ങണം. അവിടെ യബ്ബേസ്, ബൈബിളിൽ 2 വാക്യത്തിൽ മാത്രമേ യബ്ബേസിനെ കുറിച്ച് പറയുന്നുള്ളൂ. യബ്ബേസ് എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖ സമ്പൂർണൻ എന്നാണ്. അവൻ ജനിച്ചപ്പോൾ വ്യാഖ്യാനങ്ങൾ പറയുന്നത് ഉടലും കൈയും കാലും എല്ലാം തലതിരിഞ്ഞായിരുന്നത്. പക്ഷെ യബ്ബേസിന്റെ ഒരു പ്രാർത്ഥന, 4 വരി പ്രാർത്ഥന ഓർക്കണം. ദൈവമേ, നീ എൻ്റെ അതിർ വിസ്താരമാക്കി, എൻ്റെ വ്യസനം നീക്കി, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് എന്നെ അനുഗ്രഹിക്കണം. യബ്ബേസിന്റെ 4 വരി പ്രാർത്ഥനയാണ്. ദൈവമേ, നീ എൻ്റെ അതിർ വിസ്താരമാക്കി, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് എൻ്റെ വ്യസനം നീക്കി, നീ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണം. ഇതായിരിക്കണം പ്രത്യാശയുടെ പ്രാർത്ഥന. തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യബ്ബേസിന്റെ സഹോദരന്മാരെക്കാൾ ദൈവം യബ്ബേസിനെ വളർത്തി. ഇന്നും നമ്മൾ ഒരുപാട് പേര് ഒത്തിരി നിരാശപ്പെടുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ നിരാശ ഏറ്റവും വലിയൊരു പാപമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് പേര് കരയാറുണ്ട്. എന്തിനാ കരയുന്നത്? നമ്മൾ കരയുന്നത് മുഴുവൻ ആകുലതകളെ ഓർത്തിട്ടാ. ശരിക്കും ദൈവമക്കൾ അത് നമുക്ക് പറയുന്നില്ല. നമ്മുടെ യഥാർത്ഥത്തിൽ സഭയുടെ ആരാധന മുഴുവൻ നമസ്കാരങ്ങളാണ്. ഈ വിഷയങ്ങൾ വെച്ചുള്ള പ്രാർത്ഥനകളൊക്കെ വേണ്ടെന്നല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സഭ ഈ വിഷയം വെച്ച് ഒത്തിരി പ്രാർത്ഥിക്കാത്തത്? നമ്മുടെ സഭയുടെ പ്രാർത്ഥനകളെല്ലാം ദ വിക്ടറി ഓവർ സെൽഫ് ആൻഡ് ദ വിക്ടറി ഓവർ സർക്കംസ്റ്റൻസസ്. വൃദ്ധനായ ശിമിയോൻ പ്രാർത്ഥിച്ചു, ലോകരക്ഷകനെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ദൈവമേ ഈ ലോകം വിട്ടു പോകാവൂ. നമ്മൾ എന്ത് വരുമ്പോഴും നമ്മുടെ പ്രത്യാശ ഒരിക്കലും പോകരുത്. അത് പോയാൽ നമ്മുടെ ഭവനം പോയി, നമ്മുടെ കുടുംബജീവിതം തീർന്നു. ഇതാ യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥി, ദൈവമേ നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഇതാണ് നമ്മുടെ പുരോഹിതന്മാർ നിങ്ങളുടെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന ഹൂസോയ പ്രാർത്ഥന. നമുക്കറിയാം, ഈ കൊറോണ വന്നപ്പം നമ്മുടെ മൂക്കുമൂടി, നമ്മുടെ നാക്കുമൂടി, നമ്മുടെ പല്ലുമൂടി, നമ്മുടെ വാമൂടി ഇല്ലേ, ഒറ്റ തുണിയുണ്ട്. കണ്ടാ തേയില സഞ്ചി പോലെ ഇരിക്കുക. എന്തോ ഒരു വൃത്തികേടാണെന്നറിയ ഇത് കെട്ടിക്കഴിഞ്ഞാൽ. എനിക്ക് ഇത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമില്ല, പക്ഷെ കെട്ടാതിരിക്കും. ഇനിയും കെട്ടേണ്ടി വരുമോ നോക്കുമോ? മൂക്കുമൂടി, നാക്കുമൂടി, പല്ലുമൂടി, വാമൂടി. പക്ഷേ പുരോഹിതൻ നിന്റെ നെറ്റിയിൽ റൂഷ്മ വരയ്ക്കാനുള്ള നെറ്റി മൂടിയിട്ടില്ല. നിനക്ക് കണ്ണുനീരൊടുക്കാൻ ദേവാലയം പോകാനുള്ള കണ്ണും മൂടിയിട്ടില്ല. അത് നീ മൂടുമ്പോൾ നിന്റെ പേര് ഡെഡ് ബോഡി എന്നാ. അതാകുന്നതിന് മുമ്പ് ഓർക്കണം, ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്, ദൈവമുണ്ട് അങ്ങു പുത്രരുണ്ട്, ആത്മാവുണ്ട് ദൈവദൂതരുണ്ട്. ഇപ്പം എനിക്കും 50 വയസ്സ് കഴിഞ്ഞു. എൻ്റെ കൂടെ മർത്തോമേൽ എന്നോട് എപ്പോഴും ഞങ്ങൾ പ്രസംഗം ഡിസ്കസ് ചെയ്യുന്ന ഒരു അച്ഛൻ പറയും, റൈറ്റ് സച്ച 50 കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ബോണസ് ഇല്ലേ ഇനിയുള്ള ദിവസം? ശരിയല്ലേ, ബോണസാ. നമ്മൾ എത്രമാത്രം ദൈവത്തോടെ ചേർന്ന് നടക്കാൻ പറ്റുമോ അതാരും കാണണ്ട. മാക്സിമം ബൈബിള് വായിച്ചും മാക്സിമം കാര്യങ്ങൾ ചെയ്തും. പ്രിയമുള്ളവരെ, ഒരു പടം പോലും പത്രത്തിൽ വരുന്ന എനിക്ക് പേടിയാണ്. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ കാര്യം പറഞ്ഞല്ലോ, OVBSന്റെ ഡയറക്ടർ ആയപ്പം
മനോരമയിൽ മുഴുവൻ എൻ്റെ പേര് വന്നു, പടം വന്നു. എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് എല്ലാവരും വിളിച്ചു പറഞ്ഞത്, എൻ്റെ അനിയൻ അച്ഛനെ OBS വലിയൊരു പോസ്റ്റാണ്. പക്ഷെ എനിക്ക് വന്നപ്പോഴും എനിക്കറിയാം ഒരു പേര് വന്നാൽ അതിൻ്റെ കൂടെ ഒരു അടിയും വരും. അതുകൊണ്ടാണ് മട്ടത്ത് അപ്പച്ചന്മാർ പറയും, മക്കളെ തറയെ കിടന്നാൽ തറയെ വീഴത്തില്ലെന്ന്. ഒന്ന് പറഞ്ഞേ, ഉറക്കൊന്ന് പറ. ഇത് എനിക്കൂടെ അങ്ങ് ഉറക്കം വരുന്നില്ല, ഒരുമിച്ചൊന്ന് പറഞ്ഞേ. തറയെ കിടന്നാൽ തറയെ വീഴത്തില്ല. ഈ വാഹനങ്ങളുടെ പുറയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ക്ഷമയാണ് എൻ്റെ ഗമയെന്ന്. ഞാൻ ആ പത്രത്തിൽ പടമൊക്കെ വന്ന് 1 മാസം കഴിയുന്നതിനകത്ത് എൻ്റെ ജ്യേഷ്ഠൻ്റെ പടവും പത്രത്തിൽ വന്നു. എൻ്റെ പടം വന്നത് ഡയറക്ടറായിട്ട്, എൻ്റെ ജ്യേഷ്ഠൻ്റെ പടം വന്ന് 57 വയസ്സുള്ള അച്ചാച്ചൻ ലോകത്തോട് യാത്ര ചെയ്തതാണ്. അപ്പം നമ്മൾ എന്തിനാ പേര് വേണ്ടാന്നോ പടം വരണ്ടാന്നോ, ഇതൊക്കെ വന്നോട്ട്. പക്ഷെ ഇതൊന്നിനായിട്ട് നമ്മൾ ഒരുപാട് ഓടി നടക്കരുത്. ലോകവും, ബാക്കി നിങ്ങൾ പറഞ്ഞേ, ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനകത്ത് കൃപ നിറഞ്ഞ മറിയാമെന്നുള്ള പ്രാർത്ഥന പലരും അത് ചൊല്ലണ്ടെന്ന് പറയും. ഇത് ബൈബിളിലല്ലേ, ബൈബിളിലെ വരിയാ. പക്ഷെ ഒരു വരി മാത്രം പിതാക്കന്മാർ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. എന്താ വരി? ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ, ആമീൻ. ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ, ആമീൻ. 9 വർഷം മുമ്പ് ഒരു പിതാവും മാതാവും 79, 84 വയസ്സുള്ള 2 പേർ 9 മണിക്കും 9:30ക്കും മരിച്ച ഒരു ഭവനമുണ്ട് പത്തനാപുരത്തിനടുത്ത്. ആ പിതാവ് മരിച്ച പേര് മാതാവ് വിളിച്ചു പറഞ്ഞു, ഫോൺ വിളിച്ചുകൊണ്ട് അമ്മ അവിടെ നിന്ന് മരിച്ചു. ഇവരെ 2 പേരെ ദിദിമോസ് ബാവ തിരുമേനിയും കുറെ റമ്പാച്ചന്മാരും എൻ്റെ ആരുമല്ല ഞാനും ഒന്ന് കാണാൻ പോയി. കാണാൻ ചെന്നപ്പോഴാണ് 2 പേരെ വെള്ളം മാത്രം ഇട്ട് പുതപ്പിച്ച് അപ്പനെയും അമ്മയും കൂടെ അവിടെ കടത്തിയിരിക്കുക. എനിക്ക് തോന്നുന്നു 1000 പേരെങ്കിലും അവിടെ കാണും. വന്നതാരും ബന്ധുക്കളൊന്നും അല്ല, കൂടുതൽ വരും. പക്ഷെ അവരെ കുറിച്ച് മറ്റ് മതസ്ഥർ വരെ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? തേജസ്സോട് ജീവിച്ച മാതാപിതാക്കന്മാർ, മുടങ്ങാതെ വൈകിട്ടും രാവിലെയുള്ള പ്രാർത്ഥന, മുട്ടുകുത്തിയുള്ള ദാനധർമ്മങ്ങൾ, മറ്റുള്ളവരുള്ള സഹായം, അത് എത്ര പേർക്ക് പ്രത്യാശ പറഞ്ഞു കൊടുത്തെന്നറിയാമോ? നമ്മുടെ നാവുകൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരിക്കലും ദൈവമക്കളെ ആരെയും ഹേർട്ട് ചെയ്യരുത്. ആരെയും ഹേർട്ട് ചെയ്ത് വചനം പറയരുത്, വാക്കുകൾ പറയരുത്. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇതൊന്നും വിശുദ്ധന്മാർക്ക് പറ്റിയതല്ല. എന്തൊക്കെയാണ്? ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇതൊന്നും വിശുദ്ധന്മാർക്ക് പറ്റിയതല്ല. എനിക്കറിയാം ഇന്നും നമ്മുടെ മാവേലിക്കരൊന്നുമില്ല, ചില മലയാളികളുടെ സ്വഭാവം ദിവസം എഴുന്നേറ്റ് ആരെയെങ്കിലും 2 കുത്തി പറയാതെ അവർക്ക് ഉറക്കം വരത്തില്ല. എന്നാലേ അവർക്ക് ഉറക്കം വരത്തുള്ളൂ. ഈ തമിഴ് വൈദ്യശാസ്ത്രം ഒരു ചൊല്ലുണ്ട്, കടുത്ത നട അടുത്ത ചതി പെരുത്ത പൂജി മടത്തമാന പ്രവൃത്തികൾക്കൊന്നും കടവുൾ പഴിയല്ലേ. തമിഴ് നീക്കും അറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ, പക്ഷെ ഞാനിത് പഠിച്ചതാ. അതായത് കടുത്ത നട, നിന്റെ ജീവിതത്തിൽ ഒരു നടക്കുന്നതിനപ്പുറം കയറി നടക്കരുത്. അടുത്ത ചതി, കൂടിയിരിക്കുന്നവനെ ചതിക്കരുത്. പെരുത്ത പൂജി, വയറ്റിക്കൊള്ളാവുന്ന ആഹാരത്തിനപ്പുറം കഴിക്കരുത്. മടത്തമാന പ്രവൃത്തികൾക്കൊന്നും കടവുൾ പഴിയല്ലേ. ഇങ്ങനെയുള്ള മണ്ടത്തനം ചെയ്തിട്ട് ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ലെന്ന. അതാണ് യെശയ്യാ 1:15 പറയുന്നത്, നീ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ അടച്ചു കളയും. കടമറ്റ രാമകൃഷ്ണന്റെ കുറത്തി എന്ന കവിതയിൽ പാടുന്നുണ്ട്, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ഞങ്ങളുടെ സെതറയിൽ ഞങ്ങളൊരു വരിയുണ്ട്, തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായി ഉള്ളവേ നിനക്ക് സ്തുതി. ഭൂമിയിലെ മൺകട്ട, ഇന്നാണ് നിന്നിപുഴിയായത്, ഭൂമിയിലെ മൺകട്ടയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസസ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർത്തതിനാൽ എന്റെ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത് അഗ്നിമയമായ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനം നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുൻപിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണം. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങളെല്ലാം ക്ഷമിക്കണമേ. മനസ്സോടും മനസ്സുകൂടാതെ, അറിവോടും അറിവുകൂടാതെ ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളും എന്റെ ദൈവമേ നിന്റെ ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുവുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവെ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞാൻ എന്തിനാ ഇത്രയും ചൊല്ലിയെന്നറിയാമോ? എന്നെ കാണാതെ അറിയാവുന്ന സെതറയിൽ ഒന്നാം അച്ഛന്മാർ എനിക്ക് തോന്നുന്നു ഒരു 6 ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഈ സെതറ ചൊല്ലും. അത്ര ടച്ചിങ്. നിങ്ങളൊക്കെ കുർബാനയ്ക്ക് വന്ന് ക്യാൻസർ ഉണ്ടെങ്കിൽ, ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ, ഏത് പ്രയാസമുണ്ടെങ്കിൽ ഈ സെതറയൊക്കെ നിന്നുകൊണ്ടും കേൾക്കണം. അതാ ശുശ്രൂഷക്കാർ പറയുന്നത്, അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്നുകൊണ്ട്. ഇതൊക്കെ പ്രത്യാശ ഉണ്ടെങ്കിൽ രാവിലെ പള്ളി വരാൻ പറ്റൂ, കുർബാനയ്ക്ക് വരാൻ പറ്റൂ. ഞാൻ പറയുന്നു, ഈ 2-2.5 മണിക്കൂർ നമുക്ക് 4 ടൈം ഇരിക്കാമല്ലോ. പ്രഭാത പഴമയ്ക്കിരിക്കാം, തുബ്ദേനിരിക്കാം, പ്രസംഗത്തിനിരിക്കാം, അനൗൺസ്മെന്റിരിക്കാം. അല്ലാത്തവരെല്ലാം തന്നെ പറ്റുന്നിടത്തോളം നിന്നുകൊണ്ട് തന്നെ. ഞാൻ പറയട്ടെ, ഇടയ്ക്കൊക്കെ നടുവേദന വരാം, കാലുവേദന വരാം.
പക്ഷെ അച്ഛൻ അവസാനം നിങ്ങളെ സമാധാനത്തിൽ ബ്ലെസ് ചെയ്ത് തല തൊട്ട് വിടുമ്പോൾ ഈ തൊണ്ടനാളത്തിൽ ഈ വിളക്കിൽ എണ്ണയും കൂടെ പലപ്പോഴും നമുക്കറിയില്ല. അത് പ്രത്യാശയുടെ ഏറ്റവും വലിയൊരു പ്രതീകമാണ്. ത്രോണോസിന് നേരെ ഇരിക്കുന്ന ഈ തൂക്കുവിളക്ക്. ഇതിൽ എണ്ണയെടുത്ത് നെറ്റിയിലിടാൻ വിട്ടാലും തൊണ്ടനാളത്തിൽ ഇടണം. അത്ര പവറാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് എത്ര ഹൈന്ദവർ ഇത് ഉപയോഗിക്കുമെന്നറിയാമോ? അതുകൂടാതെ അവർ ചെയ്യുന്നത് കുരുത്തോല കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിച്ചാണ് പലരും പനി മാറ്റുന്നത്. ഈ സഭയുടെ പ്രത്യാശയുള്ള സാക്രമൻസ് എല്ലാം നമ്മൾ അറിയണം. അത്ര പവറാണ് ഈ സഭ, അത്ര വിശ്വാസമുള്ളതാണ് ഈ സഭ. ഇതിൽ ഉറച്ചു നിന്നാൽ നമ്മുടെ കഴുത്ത് വെട്ടിയാ പറ്റിയാലും നമ്മൾ ഈ സഭ വിട്ടു പോകത്തില്ല. പക്ഷെ നമ്മൾ ഓർക്കുക, നമ്മൾ ഒരുപാട് ഈ പ്രത്യാശ മാറിയിട്ട് ഒരു അടക്കം വന്നാലും കല്യാണം വന്നാലും ഞാൻ കണ്ടുകൊണ്ട് ഈ കല്യാണമൊക്കെ വരുമ്പം അച്ഛന്മാർ അത് മർത്തോമ സഭയിൽ നിന്ന് വന്നേന്ന് തോന്നുന്നു, വിളിച്ചു പറയുന്നുണ്ട്, അച്ഛ അല്ല പരിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുന്നു, എല്ലാവർക്കും എഴുന്നേക്കാം. ഈ ചില നാടകം തുടങ്ങുന്നതിന് വിട്ട് പറയാറുണ്ട്, അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുമെന്ന്. ഇതെനിക്ക് തോന്നുന്നില്ല പണ്ടത്തെ ഒരു 10 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഇല്ല. നമ്മളൊരു വിവാഹ ഉദാശയും ഒരു ശവോടക്കം നടക്കുമ്പം ഇവിടെ അച്ഛന്മാരെല്ലാം എഴുന്നേറ്റ് ശുശ്രൂഷ നടത്തുമ്പോൾ അവിടെ വന്നിരുന്ന് നാടകം പോലെ വന്നിരുന്ന് കാണാനുള്ളത്. വയ്യാത്തവരവിടെ ഇരുന്നു, എഴുന്നേൽക്കേ വേണ്ട. അതിപ്പോൾ ഏവൻഗേലിയോൻ വായിക്കും. പക്ഷെ ഒരു ശുശ്രൂഷ കൗമ ചൊല്ലുമ്പോഴും ഒരു മരിച്ചവർ ഈ ലോകത്തോടെ യാത്ര പറയാം, ഒരു വിവാഹ ഉദാശ തലമുറയായി അവർ ജീവിക്കേണ്ടതാണ്. ആ സമയത്തൊക്കെ നമ്മൾ ഒന്ന് അലസരായിരുന്ന് മൊബൈലും വിളിച്ച് തെക്ക് വടക്ക് കറങ്ങി അവർക്ക് ശാപം നമ്മൾക്ക് ശാപമായി മാറും. ദൈവമക്കളെ, പ്രത്യാശയുടെ വഴികൾ ഇങ്ങനെല്ലാം നമ്മൾ അടച്ചു കളയും. കർത്താവെ, വിവാഹ ഉദാശ നടക്കുമ്പം ഒരിക്കലും ആ വരി ആ മണവാളനും മണവാട്ടിക്കും വേണ്ടി മാത്രമല്ല, എനിക്കൂടുള്ളതാണ്, മരണത്തിനായാലും നമുക്കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് അവസാനം പറയുന്നത്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും ആരെയും മാറ്റുന്നില്ല, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അതുകൊണ്ട് ഈ കിട്ടുന്ന പ്രത്യാശയുടെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ഒന്നും നഷ്ടമാക്കി കളയരുത്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരുപാട് പേർക്ക് വെയ്യ എന്ന് പറയും. ഞാൻ അടുത്തിടയ്ക്ക് എൻ്റെ മുമ്പ് ഇരുന്ന ഒരു പള്ളിയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് പലരും ഈ പ്രാർത്ഥന അടങ്ങുമ്പോൾ ഇരിക്കുന്ന കണ്ട കർത്താവിനെല്ലാം ക്രൂശി തറച്ചു പോലെ ഉറക്കമൊക്കെ തൂങ്ങി. പക്ഷെ പുറത്തിറങ്ങി ഒരു രോഗിയെ കാണാൻ പോയപ്പോൾ ആരാണ്ട് പറഞ്ഞൊരു പേപ്പട്ടി വരുന്നെന്ന്. ഈ നടക്കാൻ വയ്യാത്തൊരു ഓടുന്ന ഓട്ടം കാണുമായിരുന്നു. അപ്പം നടുവേദനയില്ല, മുട്ടുവേദനയില്ല, മതിൽ വേണമെങ്കിലും കയറിക്കോളും. നമ്മളിൽ പലരും നമുക്ക് വേണമെങ്കിൽ ഇപ്പം നാളെ തന്നെ നിങ്ങളോട് പറയുന്നു, തിരുവല്ലയിൽ നിങ്ങൾക്ക് നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ, ബന്ധാണ്, കാറും ഇല്ല, ഒന്നുമില്ല. തിരുവല്ലയിൽ നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ച് ഒരു കാറ് കിട്ടും. അരമണിക്കൂറിനാണ് ചെല്ലണമെന്ന് പറഞ്ഞാൽ ആരെയും വിളിക്കാൻ നിങ്ങൾ ഓടിച്ചെല്ലത് മേടിക്കത്തില്ലേ? പിന്നെ പള്ളി വരുമ്പോൾ മാത്രം നമുക്ക് ഇത്ര അലസതയും ലേറ്റായിട്ട് വരുന്നത് എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തെ രുചിച്ചറിയണം, പള്ളി എന്താണെന്ന് അറിയണം, നോമ്പ് എന്താണെന്ന് അറിയണം, ഉപവാസം എന്താണെന്ന് അറിയണം. എൻ്റെ യഹോവയുടെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു. അതിന് കാതലായ 2 വാക്യങ്ങൾ കൂടി ബൈബിളിലുണ്ട്, നിങ്ങളത് കാണാതെ പഠിച്ചു വെക്കണം. യെശയ്യാവ് 40:12 തന്റെ ഉള്ളം കൈയിൽ വെള്ളമെടുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളി തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? യെശയ്യാവ് 40:12 തന്റെ ഉള്ളം കൈയിൽ വെള്ളമെടുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളി തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? വീണ്ടും സദൃശ്യവാക്യം 30:4 സ്വർഗത്തിലും ഭൂമിയിലും കയറി ഇറങ്ങുന്നവനാർ? ആഴിയെ തന്റെ പൂഴി കൊണ്ട് വേർതിരിച്ചവനാർ? വെള്ളത്തെ തന്റെ വസ്ത്രത്താൽ പിടിച്ചു കെട്ടിയവനാർ? ഭൂമിയിലെ അറുതുകളെയൊക്കെ പിടിച്ചടക്കിയവനാർ? അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? നിനക്കറിയാമോ? അവനാണ് സാക്ഷാൽ ദൈവം, അവനാണ് സാക്ഷാൽ യേശു, അവനാണ് സാക്ഷാൽ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ കൗമ ചൊല്ലുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ 3 പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ ഞാൻ പറഞ്ഞു. 1, എൻ്റെ മകനെ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക. പ്രഭാഷകൻ 2:1. 2, എൻ്റെ മകനെ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പീഡനങ്ങൾ സഹിക്കാൻ ഒരുങ്ങണം. 2 തീമോഥെയോസ് 3:12. 3, എൻ്റെ മകനെ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രത്യാശയിൽ വളരുവാൻ ഒരുങ്ങണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം കാത്തിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. ജീവിതത്തിൽ ദൈവമക്കളെ, നമ്മളെല്ലാം ഭൂമിയിൽ നിന്ന് വിളിക്കുമ്പം ഏത് പ്രായത്തിൽ പോയാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ അനുശോചനമില്ലെന്ന്, നമുക്കുള്ളത് അനുസ്മരണം മാത്രമേ ഉള്ളൂ. നമുക്ക് അനുശോചനമില്ല, അനുസ്മരണം മാത്രമേ ഉള്ളൂ. അന്തിയുമ്പനം നൽകി പള്ളിയിൽ കൊണ്ടുവന്നാൽ, കാരണം ശോശപ്പ കൊണ്ട് മൂടി തൈലമൊഴിച്ച്, പണ്ടൊക്കെ ശോശപ്പ മൂടുന്നതിന് മുമ്പേ ത്രോണോസിലെ തിരി കത്തിച്ച് മറ വലിച്ച് വെളിയിൽ കൊണ്ടുവച്ച് ആ ശോശപ്പ ഇടുന്നത്. കാരണം തേജസ് കണ്ടുകൊണ്ടാണ് മൃതശരീരം പുറത്തു കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുവച്ച് മുഖം മൂടി കുഴിയിലോട്ട് ഇറങ്ങുമ്പോൾ പാടുന്നുണ്ട്,
ക്രോവകൾ ആർക്കും, സ്രാപ്പികൾ കുടലൂതും, പറുദീസാദൻ അവകാശി വരിക. ഈ ശവസംസ്കാരത്തിന്റെ 4ാമത്തെ ക്രമത്തിൽ നീണ്ട ഒരു സദറയുണ്ട്. അടുത്തിടയ്ക്ക് ഞാൻ ശരിക്കും പഠിക്കാൻ നോക്കി. ആത്മാക്കളുടെ രക്ഷിതാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായുടെ ശരണവും ശരണമായുടെ പ്രത്യാശയും മരിച്ചവരുടെ ഉയർപ്പും കപടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനം എന്ന് പറഞ്ഞ വിശേഷണങ്ങളോടുകൂടി ജീവിച്ച് മരിച്ചവരെ നമുക്ക് എത്ര പ്രത്യാശയാണ്. ചിലർ ഇന്നും സാക്ഷ്യമായിട്ട് പറഞ്ഞു, അച്ഛാ ഇന്ന് എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ വിളിച്ചാൽ എനിക്കൊരു നിരാശയില്ല. കാരണം ഞാൻ എൻ്റെ മക്കളെ ബൈബിള് പഠിപ്പിച്ചിട്ടുണ്ട്, ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, മക്കളോട്, എൻ്റെ ദേശത്ത് ഒരു നല്ല തേജസ്സായി തന്നെ ജീവിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് എന്നെ ദൈവം വിളിച്ചാലും എനിക്കൊരു പ്രയാസമില്ല. ഈ സാക്ഷ്യം ഓരോ വ്യക്തികൾക്കും എൻ്റെ മുമ്പിൽ ഇരുന്ന് പറയാൻ പറ്റണം. എൻ്റെ കർത്താവ് ഏത് പ്രായത്തിൽ വിളിച്ചാലും പേടിക്കണ്ട. അങ്ങനെ ഒന്നും നിരാശപ്പെടണം. പലരും ചിന്തിക്കും, ഒരുപക്ഷെ നാളെ ഞാൻ മരിച്ചാൽ, ഇന്ന് ഞാൻ മരിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ 3 പെൺകുട്ടികളുമായി മാതാപിതാക്കൾ ആക്സിഡന്റിൽ, മൂത്ത കുട്ടി 10, രണ്ടാമത്തെ കുട്ടി 7, മൂന്നാമത്തെ കൊച്ച് 4ാം ക്ലാസ്സിൽ, ഇങ്ങനെ നിൽക്കുമ്പോൾ ആക്സിഡന്റിൽ മരിച്ച ഒരു കുടുംബത്തെ എനിക്കറിയാം. പക്ഷെ ആ 3 കുഞ്ഞുങ്ങളെയും തമ്പുരാൻ നല്ല രീതിയിൽ ഉയർത്തി വളർത്തി. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ദൈവമക്കളെ, കുർബാന ചൊല്ലുന്ന വലത്തെ കൈ നീട്ടി നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ സഭ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ ദേവാലയം പവറുള്ളതാണ്. ഈ വൈദികരെല്ലാം പവറുള്ളതാ. നിങ്ങൾ വിശ്വാസത്തോടെ മുട്ടുകുത്തി വെള്ളിയാഴ്ച ഉപവസിക്കണം. നമ്മുടെ ഒരു നോയമ്പും വിടരുത്, ഒരു മുട്ടുകുത്തും വിടരുത്. ദൈവത്തെ വിളിച്ച് കണ്ണുനീരൊഴുക്കി ഏതച്ഛൻ്റെ കുർബാന, ഒരു കുർബാന. ഇപ്പൊ നമ്മൾ പലരും കാണുന്നത് അച്ഛൻ്റെ കുർബാന, അച്ഛൻ്റെ ഹൂത്തോമോ, അച്ഛൻ്റെ സദറ, അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ല. ശബ്ദത്തിന്റെ മാധുര്യം കൊണ്ടോ അങ്ങനെയൊന്നും എല്ലാവരും പുരോഹിതനെ വിലയിടേണ്ടത്. ഹൃദയത്തിന്റെ വിശുദ്ധി കൊണ്ട് നോമ്പിൽ പാടുന്നുണ്ട്, നോമ്പുത്തമമാം പ്രാർത്ഥന ഉത്കൃഷ്ടം, നിർമ്മല ഹൃദയം രണ്ടിനെയും വെല്ലും. നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥമുള്ള നാവോടും ശരീരവെടുപ്പോടും ആത്മധൈര്യത്തോടും കൂടി നിർത്തുന്ന ഹോളി കുർബാനയുള്ള ഒരു സഭയാണിത്. ഇത് ഇവാനിയൂസിന്റെ ക്രമത്തിൽ പറയുന്നത്. കർത്താവെ, നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥമുള്ള നാവോടും ശരീരവെടുപ്പോടും ആത്മധൈര്യത്തോടും കൂടെ എൻ്റെ ജീവിതകാലം മുഴുവൻ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അതായിരിക്കണം നമ്മുടെ വിളി, അതായിരിക്കണം നമ്മുടെ സഭാവിശ്വാസം, അതായിരിക്കണം നമ്മുടെ പാരമ്പര്യം. അതിനായി ദൈവം തമ്പുരാൻ നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 4 വരി പാടുന്നതിൻ്റെ നിങ്ങളതിൻ്റെ വരികളേക്കാൾ ഉപരി നിങ്ങളതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കുക. നിൻ വചനങ്ങളെത്രയോ സത്യം, ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം. ഞാൻ നിന്നോടു ചേരട്ടെ നാഥാ, നീയാണല്ലോ എന്നെ മറക്കാത്ത സ്നേഹം. തോരാത്ത കണ്ണീരുമായ്ക്കും യേശുവിൻ കുരിശോടു ചേർന്നു ഞാൻ നിന്നു. അപ്പോഴവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനെ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. കർത്താവേ, കരുണ തോന്നി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ വർഷത്തെ എല്ലാ വചന ശുശ്രൂഷ, ഇവിടെ നടക്കുന്ന പെരുന്നാളിനെയും ശക്തീകരിക്കണമേ. ഈ ദേവാലയത്തെ അവിടുത്തെ മകൻ്റെ ശുശ്രൂഷയിലൂടെ അനേകർ യേശുവിനെ കാണുവാനിടയാകണമേ. ഓരോ ദിവസങ്ങളും ഓരോ ആരാധനയിലൂടെയും പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കണമേ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വരാനിരിക്കുന്നവരെയും പരിശുദ്ധ സഭയെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങൾ എന്നാളും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ എന്നാൾ സ്തുതിപ്പാനായിട്ട് തന്നെ. ആമേൻ.